ഓക്കെ, നമ്മൾ മെറീഡിയൻ്റെ ആണ് തുടങ്ങുന്നത്. ആൾറെഡി നിങ്ങൾ മെറീഡിയനും പോയിൻറ്സും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ കുറച്ചുകൂടെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്നത് പോലെ, അതുപോലെ തന്നെ നമ്മൾ ബേസിക് ക്ലാസ്സുകളിൽ കുറച്ച് വിട്ടുപോയങ്ങൾ കൂടെ നമുക്ക് അതും കൂടെ ഇന്ന് തൊട്ടുള്ള മെറീഡിയൻ ക്ലാസ്സുകളിൽ നമുക്ക് കുറേശ്ശെ നോക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക കേട്ടോ. നമുക്കറിയാം, ലങ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ശരീരത്തിന് ഏറ്റവും പ്രൈമഫൈസി വേണ്ടിയിട്ടുള്ള ജീവൻ നിലനിർത്തണമെങ്കിൽ ആദ്യം ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്രീത്തിങ്ങിലൂടെയാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് അത് മാത്രമല്ല, അതിൻ്റെ പ്രത്യേകത അത് വന്നിട്ട് എന്താ പറയുക, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, വാട്ടർ പാസേജിനെ കൺട്രോൾ ചെയ്യുന്നത് ലങ് മെറിഡിയൻ ആണ്, അല്ലെങ്കിൽ ലങ്ങാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഗ്യാസ്ട്രിക് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതും അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിന് പ്രൊഡ്യൂസ് ആവുന്ന ടോക്സിക് ഗ്യാസസിനെയും പുറന്തള്ളാൻ മെറ്റൽസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ ലാർജ് ഇൻഡസ്ട്രീനും പങ്കുണ്ട്, ഹാർട്ടിനും ലങ്സിനും പങ്കുണ്ട്. ഈ ലങ് ഹാർട്ടുമായിട്ട് ഫങ്ഷനിങ് ചെയ്തിട്ടാണ്. നമ്മുടെ എല്ലാ ഓർഗൻസിനും വന്നിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാത്രമല്ല വർക്ക്, ഒന്നിനോടൊന്ന് കണക്ട് ചെയ്തിട്ട് വേറെയും കുറേ വർക്കുകളുണ്ട്. അപ്പോൾ അവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വർക്ക് മാത്രം നീ ചെയ്താൽ മതി എന്നുള്ള രീതിയിലല്ല, ഒന്നിൽ കൂടുതൽ വർക്കുകൾ ചെയ്യുന്നുണ്ട്. അത് ഒറ്റയ്ക്ക് മാത്രമല്ല, വേറെ ഓർഗൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഹാർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലെ സർക്കുലേഷൻ അല്ലെങ്കിൽ പ്രാണനെ എത്തിക്കുന്നതിലും, അതേമാതിരി തന്നെ നമ്മൾ കഴിച്ച ശരീരത്തിന് ആവശ്യമുള്ള ഡൈജഷൻ ചെയ്ത് അത് ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ തന്നെ ഹാർട്ടിൻ്റെ ലങ്ങിലേക്കാണ് ആദ്യം എത്തുന്നത്. ഇവിടെ നിന്നാണ് മിക്സിങ് കഴിഞ്ഞിട്ട് ഹാർട്ടിൻ്റെ സഹായത്തോടു കൂടി എല്ലാവരുടെയും എത്തിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നോക്കിയതാണ്. അനാട്ടമിക്കലി നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹാർട്ടിൻ്റെ ലൊക്കേഷൻ ഏകദേശം അറിഞ്ഞിരിക്കണം. നമ്മൾക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ലോബ് 2 ഉണ്ടാവുള്ളൂ. കാരണം ഹാർട്ടിന് കുറച്ച് സ്പേസ് അത് കൊടുക്കുന്നത് കൊണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ലങ്ങിന് 2 ലോബും റൈറ്റ് സൈഡിലുള്ള ലങ്ങിന് 3 ലോബാണുള്ളത്. ഇതിൻ്റെ പെയേർഡ് മെറീഡിയൻ അല്ലെങ്കിൽ പെയേർഡ് ഓർഗൻ എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്ട്രീൻ ആണെന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ എക്സ്റ്റേണൽ മൂക്കാണെന്നറിയാം. മൂക്കിൻ്റെ ലങ്ങിനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നമ്മൾ ഈ 2 ലങ്ങിനെയും ഒന്ന് ഹലോ സോറി നമ്മുടെ എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് പറയുന്നത് മൂക്കാണെന്ന് നമുക്കറിയാം അല്ലേ. സോ ഇനി പതുക്കെ നമുക്ക് ഓരോരോ മെറീഡിയൻ്റെ ഭാഗങ്ങളായിട്ട് നോക്കാം. ലങ്ങിനെ പൊതുവെ TCMൽ വന്നിട്ട് പ്രൈം മിനിസ്റ്റർ എന്നാണ് വിളിക്കുക. ഓക്കെ, ആൻഡ് അസിസ്റ്റ് വിത്ത് കൺട്രോളിങ് എനർജി ആൻഡ് സർക്കുലേറ്റിംഗ് ദ ബ്ലഡ്. അതായത് നമ്മുടെ എനർജിയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഓർഗണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലങ്. പൊതുവെ നമ്മൾ എപ്പോഴും വന്നിട്ട് ലങ് മെറീഡിയൻ ആണ്. 12 മെറീഡിയൻ ഉണ്ടെങ്കിലും ആ 12 മെറീഡിയനിൽ എപ്പോഴും പ്രൈമഫൈസി ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതാണെങ്കിൽ ശരി, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ഫസ്റ്റ് ലങ് മെറീഡിയൻ ആണ്. അതിന് കുറേ റീസൺസ് ഉണ്ട്, നമുക്കത് പതുക്കെ പതുക്കെ നോക്കാം. സോ ഇതിനെ പ്രൈം മിനിസ്റ്റർ എന്നാണ് നമ്മൾ പറയുക പൊതുവെ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ശരീരത്തിന് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ബ്ലഡ് വെറുതെ സർക്കുലേറ്റ് ചെയ്താൽ പോരാ, അതിനകത്ത് എനർജി ഉണ്ടാവണം. ഈ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിന് ലങ്ങിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ലങ്സ് ആൻഡ് ഹാർട്ട് ആർ സീൻ ടു വർക്ക് ഇൻ കൺജഷൻ വിത്ത് ബ്ലഡ് ആൻഡ് എനർജി. ഹാർട്ടും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഹാർട്ടും ലങ്ങുമാണ് നമ്മളുടെ ഫുഡിൽ നിന്ന് കിട്ടുന്ന എനർജീനെയും അതേമാതിരി വെള്ളത്തിൽ നിന്ന് കിട്ടുന്ന എനർജിയും അതേമാതിരി തന്നെ നമ്മുടെ ബ്രീത്ത് ചെയ്ത് കിട്ടുന്ന എനർജി എല്ലാം തന്നെ ലങ്ങും ഹാർട്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ശരീരം മുഴുവനും എത്തിക്കുന്നത്. സോ ഇങ്ങനെ നമ്മുടെ ജീവൻ നിലനിർത്താൻ, അതേപോലെ തന്നെ നമുക്കറിയാലോ, ഹാർട്ട് എന്ന് പറയുന്നത് ദൈവം ഇരിക്കുന്ന സ്ഥലം എന്നാണ് പറയുക. പൊതുവെ ഹാർട്ടിനെ നമ്മൾ പറയുക ദ സോൾ, മനുഷ്യൻ്റെ ദൈവം എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ ഹാർട്ടിൻ്റെ ഏരിയയാണ് പറയാറ്. സോ അതുകൊണ്ട് തന്നെ അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നത് കൊണ്ട്
പുരോഹിതൻ എന്നും പറയും, ദ പ്രീസ്റ്റ് എന്നും പറയും. അതായത് ദൈവത്തിൻ്റെ തൊട്ടടുത്ത ആളെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് മിനിസ്ട്രി ഓഫ് ഹെവൻ, അതല്ലെങ്കിൽ സ്വർഗത്തിലെ സ്വർഗത്തിലെ മന്ത്രി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മളുടെ മറ്റേ വിയർപ്പും അതേമാതിരി തന്നെ സ്കിന്നുമായിട്ടൊക്കെ വന്നിട്ട് ഇത് വളരെയേറെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ഓർഗനാണ്. അതേപോലെ തന്നെ ഈ മെറീഡിയനാണ്, ലങ് മെറീഡിയനാണ് എന്ത് ചെയ്യുന്നത്, റേഡിയൻ്റ് എനർജി സർക്കുലേറ്റ് ചെയ്യുന്നത്. റേഡിയൻ്റ് എനർജി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സൂര്യപ്രകാശം നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് വരുന്നത്, അതല്ലെങ്കിൽ വേറൊരു മീഡിയ ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് കിട്ടുന്ന എനർജി എന്നുള്ള ഉദ്ദേശത്തിൽ എടുത്താൽ മതി. ഓക്കെ, റേഡിയൻ്റ് എനർജി. ദിസ് കൺട്രോൾസ് പുട്ട്സ് ദ ലങ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ലൈൻ ഫോർ ഫൈറ്റിംഗ് എക്സ്റ്റേണൽ ഡിസീസസ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്താ വെച്ചാൽ വെളിയിൽ നിന്നുള്ള പുറത്തുനിന്നുള്ള പാത്തോജൻസ്, അതായത് പാത്തോജൻസ് ഉദ്ദേശിക്കുന്നത് ഒന്നില്ലെങ്കിൽ ബാക്ടീരിയാസ് ആവാം, വൈറസ് ആവാം, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ ഫസ്റ്റ് ഫൈറ്റ് ചെയ്ത് പുറത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയേറെ നമ്മുടെ വീച്ചി നമ്മൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ പ്രതിരോധ ശേഷിയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ ലങ് അല്ലെങ്കിൽ മെറ്റൽ എലമെൻറ്റിന്. ഓക്കെ, നമ്മുടെ പ്രതിരോധ ശേഷി ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഓർഗൻ പെയേഴ്സിൽ ലങ് ആൻഡ് ലാർജ് ഇൻറ്റെസ്റ്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓക്കെ, ലാർജ് ഇൻറ്റെസ്റ്റിനിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഓക്കെ, സോ നമ്മുടെ പ്രതിരോധ ശേഷിയിൽ എക്സ്റ്റേണൽ പാത്തജൻസ് ഏത് വന്നാലും, അത് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ക്ലൈമറ്റിക്കൽ ചേഞ്ചസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഏത് ഒരു ഇഷ്യൂസ് വരികയാണെങ്കിലും അത് ആദ്യം ഫൈറ്റ് ചെയ്യേണ്ടത് ലങ്ങിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് കനോപ്പി ഓഫ് ഓർഗൻസ് എന്ന് പറയുന്നത്. വെറുതെ അത് മാത്രമല്ല, എൻ്റെ പൊസിഷൻ നോക്കിയാൽ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട വൈറ്റൽ ഓർഗണിൽ നമ്മുടെ ശരീരത്തിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ലങ്ങാണുള്ളത്, അല്ല അപ്പർ ഏരിയയിൽ. ദ ലങ് ആൾസോ കണക്ട് ദ മൈൻഡ്. അപ്പോൾ ലങ് ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, നമ്മളുടെ മൈൻഡുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രീത്തിങ് എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ ചീഗോങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമ്മളുടെ ഓരോ എലമെൻറ്റും നമുക്ക് പെർഫെക്റ്റായിട്ട് അറിയുകയാണെങ്കിൽ ഈ ചീഗോങ് എക്സസൈസ് നമ്മൾ ചെയ്തു വരികയാണെങ്കിൽ നമുക്ക് ആ മറ്റേ എലമെൻറ്റിൻ്റെ എന്താ പറയുക ഡെഫിഷ്യൻസിനെ കറക്റ്റ് ചെയ്യാൻ ഈ ചീഗോങ് എക്സസൈസ് വളരെയേറെ സഹായിക്കും. സോ അങ്ങനെ അതുമാത്രമല്ല, ഈ ചീഗോങ് എക്സസൈസിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത് അതിൻ്റെ ബ്രീത്തിങ് പാറ്റേൺ വളരെയേറെ പ്രാധാന്യമാണ്. ഏത് സമയത്ത് എങ്ങനെ ബ്രീത്ത് ചെയ്യണം, ആൾമോസ്റ്റ് യോഗയെ പോലെ തന്നെയാണ്. അപ്പോൾ യോഗ ചെയ്യുന്ന ഒട്ടും ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അത് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പഠിപ്പിക്കുന്ന യോഗക്കാരുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടാനുള്ള സാധ്യതയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യോഗാസനം പഠിപ്പിക്കുന്ന സമയത്ത് അവർ തന്നെ യോഗ ചെയ്തുകൊണ്ട് സംസാരിക്കും. യോഗ ചെയ്യുന്ന സമയത്ത് ഓരോ പൊസിഷനും അവർ ബ്രീത്തിങ് പാറ്റേണ് എന്താ പറയുക ഡിസ്റ്റർബൻസ് ആവാതെ ചെയ്യണം. അപ്പോൾ അവർ തന്നെ ക്ലാസ് എടുക്കുക, അവർ തന്നെ എക്സസൈസ് കാണിച്ചു കൊടുക്കുക, അതിൻ്റെ ഒപ്പം തന്നെ സംസാരിക്കുക ചെയ്യുന്നവരിലൊക്കെ വന്നിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള അസുഖങ്ങൾ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അത് യോഗയുടെ കുഴപ്പമല്ല, നമ്മളത് ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയിൽ വരുന്ന തെറ്റുകൾ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ യോഗ നിങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ യോഗ ആദ്യം ചെയ്യുക. ആ ഏതാണോ പോസ്ചർ നിങ്ങൾ ചെയ്യുന്നത് ആ പോസ്ചർ ചെയ്യുന്നതിന് മുമ്പോ ചെയ്ത ശേഷമോ അല്ലെങ്കിൽ ടുഗദർ, അതായത് ചെയ്യുന്നതിന് മുമ്പും ചെയ്ത ശേഷവും സംസാരിക്കുക. ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും സംസാരിക്കാതിരിക്കുക, ഒന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റുഡൻസിനെ കൊണ്ട് ആ എക്സസൈസ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതല്ലാതെ നിങ്ങൾ തന്നെ ചെയ്തും കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള എററിൽ തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചെറിയ കാര്യങ്ങളല്ല, ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളിങ്ങനെ ഫണ്ടമെൻ്റലായിട്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ എല്ലാത്തിലും നമുക്ക് ഈ തെറ്റുകൾ കാണാൻ പറ്റും. യോഗയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വായി തോറാതെ പറയും, ഈ പൊസിഷനാണ് ബ്രീത്തിങ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുമെങ്കിലും അത് പറയുമ്പോൾ യോഗ പോസ്ചറിൽ നിന്ന് തന്നെ പറയുമ്പോൾ തന്നെ ഫണ്ടമെൻ്റലി ഭയങ്കര എറർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഫണ്ടമെൻ്റലായിട്ട്, അതായത് യോഗ അല്ലെങ്കിൽ ചീഗോങ് എക്സസൈസ് ഒക്കെ തന്നെ വളരെ എന്താ പറയുക എനർജി ലെവലിൽ ഹയർ ലെവൽ ഓഫ് എന്താ പറയുക എക്സസൈസ് തെറാപ്പിന്നോ നമുക്ക് പറയാം. ഇങ്ങനെ ഈ ചീഗോങ് എക്സസൈസ് കൊണ്ടോ അല്ലെങ്കിൽ യോഗ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ആക്ച്വലി നമുക്ക് മാറ്റാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് കേട്ടോ. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മാറ്റണമെങ്കിൽ പറയാം. ഓക്കെ.
ഇംബാലൻസ് ഇൻ ലങ് മെറിഡിയൻ ക്യാൻ കോസ് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അതായത് അപ്പർ ഏരിയയിൽ പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം നമുക്കറിയാം, ഒരു തണുത്ത കാറ്റ് കൊണ്ടു അല്ലെങ്കിൽ ഒരു മഴ കൊണ്ടു ഇമ്മ്യൂണിറ്റി വീക്ക് ആണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ വരുന്നത് എന്താണ്? ജലദോഷം, അപ്പർ ഏരിയയിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ വേരിയേഷൻസ്, പനി അല്ലെങ്കിൽ ചുമ, ഇങ്ങനെയൊക്കെ തുടങ്ങി അതൊക്കെ വന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ഏരിയ, അതായത് ചെസ്റ്റിന് മുകളിലുള്ള ഭാഗങ്ങളിലാണ് ആദ്യം നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും, പിന്നെ സ്കിൻ പ്രോബ്ലംസ് തുടങ്ങിയിട്ട് നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും. അതുമാത്രമല്ലാതെ എമോഷൻ ലെവലിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആൻസൈറ്റിയും അതേമാതിരി ഡിപ്രഷനും, ഈ രണ്ടോ അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ചിട്ടോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലങ് മെറിഡിയനിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ. അതിൻ്റെ എക്സ്റ്റേണൽ പാത്ത് നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മളുടെ മറ്റേ ചെസ്റ്റിൻ്റെ മധ്യഭാഗത്ത് സ്റ്റെർണം ഹെഡ് എന്ന് പറയും. നമ്മുടെ വാരിയലുകൾ ചേരുന്ന സമയത്ത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട്, മൗസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇവിടെ ആയിട്ട് ആ സ്റ്റെർണം ഹെഡ് വരും. ഈ സ്റ്റെർണം ഹെഡിൻ്റെ അവിടെ ശ്രീജ, സോറി കേട്ടോ. ഓക്കെ, അപ്പം സോറി കേട്ടോ, 1-2 ഫോൺ കോൾ വരുന്നത്, ചില അർജൻറ്റ് കാൾ ആയതുകൊണ്ട് നമുക്കിത് മെസ്സേജ് കൊടുത്ത് അവരെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് മെറിഡിയൻ അറിയാം. സ്റ്റെർണം ഹെഡിൻ്റെ മധ്യഭാഗത്ത് നിന്നും എത്ര ചൂണാണ്? ഹലോ, ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ആ, ലങ് മെറിഡിയൻ തുടങ്ങുന്നത് എവിടുന്നാ? കർഷത്തിന്റെ ഭാഗത്തുനിന്നോ? അല്ല, അങ്ങനെ പറയാം. സോറി, നഖത്തില്ലെന്നോ 0.1. മാം തിരിച്ചാ പറയുന്നത്. അത് മെറിഡിയന്റെ ലാസ്റ്റിലെ പോയിന്റ് അല്ലേ? ശരിയല്ലേ, L11. ഓക്കെ, അതായത് നമുക്ക് മറ്റേ പോയിന്റ്സിലേക്ക് പോകുമ്പോൾ ഞാൻ എക്സാക്റ്റ് പറയാം. നമ്മളുടെ തൊണ്ട കുഴി അറിയാലോ നിങ്ങൾക്ക്? തൊണ്ടയുടെ അവിടെ വന്നിട്ട് നമ്മുടെ വാരിയിലൊക്കെ കൂടിച്ചേരുന്നതിന് തൊട്ട് മുമ്പിൽ തൊട്ട് മുകളിൽ ഒരു കുഴി ഉണ്ടാവും. ചില കുട്ടികൾ ചില ശബ്ദം ക്രിയേറ്റ് ചെയ്യാൻ അവിടെ ബീറ്റ് ചെയ്യാറുണ്ട്. അതിന്ന് ഒരു ചൂൺ താഴെ എടുക്കുക, എന്നിട്ട് 6 ചൂൺ ലാറ്ററൽ, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ 6 ചൂൺ എടുത്താൽ കിട്ടുന്നതാണ് LU1 എന്ന് പറയുന്നത്. അപ്പം ഷോൾഡറിൻ്റെ ഏകദേശം ഫ്രണ്ട് സൈഡിലാണ് ഇത് തുടങ്ങുന്നത്, ഷോൾഡറിൻ്റെ തൊട്ട് താഴെ. അതിനുശേഷം മുകളിലേക്ക് കയറി ഇന്നർ ആമിൽ കൂടെ നഖത്തിൻ്റെ തമ്പിൻ്റെ ആൻറ്റീരിയർ സൈഡിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ അനാട്ടമിക്കലി നിൽക്കുന്ന സമയത്ത് ഔട്ട് സൈഡിലേക്ക്, അതായത് വിരലുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിലെ 0.1 ചൂണിലാണ് ഈ ലങ് മെറിഡിയൻ അവസാനിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? പക്ഷേ ഇതിനൊരു ഇന്റേണൽ പാത്തും കൂടെ ഉണ്ട്, നമുക്ക് അതിനകത്തേക്ക് പോവാം. ഓക്കെ, സോ ഇൻ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ദ ലങ് ഹാവ് സെവറൽ കീ ഫങ്ഷൻസ്. അതായത് ഈ നമ്മൾ മെറിഡിയൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു, അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസിനെ നമ്മൾ ഇത്രയും പല ക്ലാസ്സിലും ഈ ലങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനെ കുറിച്ച് പറഞ്ഞു. എന്നാലും നമ്മൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. വീച്ചി ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ പ്രതിരോധ ശേഷിയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾ, ഇപ്പോൾ നിങ്ങൾ തന്നെ, നമ്മൾ ഈ അലേർട്ടായിട്ട് ചെയ്യുമ്പോൾ നമ്മളത് ഓട്ടോമാറ്റിക്കലി ചെയ്യും. അതല്ലാതെ ഇപ്പോൾ പൊതുവേ നിങ്ങളൊരു ക്ലിനിക്കിൽ നിങ്ങളൊരാൾ വരുന്ന സമയത്ത് അവരുടെ ബ്രീത്തിങ് പാറ്റേൺ ശരിക്കും നിങ്ങൾ ചെക്ക് ചെയ്യണം. ബ്രീത്തിങ് പാറ്റേൺ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊന്നില്ലെങ്കിൽ കിടക്കാൻ പറയുക, അല്ലെങ്കിൽ ഇരിക്കാൻ പറയുക. എന്നിട്ട് നന്നായിട്ട് അവരെ ബ്രീത്തിങ് എടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നിർത്തിയിട്ട് റിലീസ് ചെയ്യാൻ പറയാം. ശരിക്കും നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്ന സമയത്ത് നമ്മളുടെ സ്റ്റൊമക്ക് റീജിയൻ അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗം വന്നിട്ട് എന്താവണം വെച്ചാൽ വികസിക്കണം, പുറത്തേക്ക് തള്ളി വരണം. അതേ സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സ്റ്റൊമക്ക് അകത്തേക്ക് പോകണം. നമ്മളിവിടെ ക്ലയൻസിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക ക്ലയൻസും നേരെ തിരിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ശ്വാസം വലിക്കുന്ന സമയത്ത്, അകത്തേക്ക് വലിക്കുന്ന സമയത്ത് വയറ് ചുരുങ്ങുകയും
ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് അതെന്ത് സംഭവിക്കും? വയറ് വീർക്കുകയും ചെയ്യുന്ന ക്ലയൻസിനെയാണ് നമ്മൾ ഒരുപാട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളുടെ TCMൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വളരെയേറെ പ്രാധാന്യമാണ് അവരുടെ ജീവിതശൈലി, ആഹാരം, അതേമാതിരി ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുകയും പേഷ്യൻസിനെ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും ബ്രീത്തിങ് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റമക്കിലേക്ക് ചെയ്യാൻ വന്നിട്ട് കിടന്നിട്ടും മറ്റുമൊക്കെ ചെയ്യാവുന്ന ഒരുപാട് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്. അത് ചെയ്ത് ഒരുവിധം കംഫർട്ടബിൾ ആകുമ്പോൾ അതേപോലെ തന്നെ ഈ ഇരുന്നിട്ടൊക്കെ ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ ബ്രീത്തിങ് പാറ്റേണിന് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒട്ടുമിക്കുള്ള ആളുകൾക്കും വന്നിട്ട് എന്താ വെച്ചാൽ ക്ഷീണം, അതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലചുറ്റൽ, ഇങ്ങനെയൊക്കെ നിറയെ മാറ്റങ്ങൾ നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ തന്നെ നമുക്ക് മാറുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പോൾ അത്ര റിപ്പീറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനത് സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, ഇത് ബ്രീത്തിങ് പാറ്റേൺ തെറ്റായ രോഗികൾക്ക് എന്താ പ്രശ്നം വരിക? നിങ്ങൾക്ക് ശരീരം ജീവൻ നിലനിർത്താൻ എന്താണ് വേണ്ടത്? ബ്രീത്തിങ് ഓക്സിജൻ വേണം. ഓക്സിജൻ നിങ്ങളുടെ ശരീരത്തിനകത്ത് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന് വെക്കൂ, എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉടനെ മരണമൊന്നും സംഭവിക്കില്ല. ഓക്കെ, ഒരു പക്ഷേ തലമുടി കൊഴിയാം, അതല്ലെങ്കിൽ സ്കിന്നിന് വന്നിട്ട് 30 വയസ്സായിട്ടുണ്ടാവുള്ളൂ, സ്കിന്ന് കാണുമ്പോൾ ഒരു 60 വയസ്സിൻ്റെ പ്രായം തോന്നിക്കും. ഓക്കെ, ഓരോ ഓർഗണും ഫങ്ഷൻ ചെയ്യുന്നത് പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. അത് ഉറക്കക്കുറവിലേക്ക് കാരണമാവാം, അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷന് കാരണമാവാം. അപ്പം നിങ്ങളുടെ മറ്റേ ശരീരത്തിനകത്ത് വാട്ടർ മെറ്റബോളിസത്തിൻ്റെ പാസേജിനെ കൺട്രോൾ ചെയ്യുന്നത് ലങ്ങാണ്. ലങ്ങിന്നാണ് വാട്ടറിന് എനർജി കിട്ടുന്നത്. ഇതെല്ലാത്തിലും ഓരോ പേഴ്സൺ അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരില്ലേ? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ 4 കുട്ടികൾ. സാറ്, ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ സാറ് പറയില്ല, ചിലര് ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് വയറ് വീർക്കുന്നതിന് പകരം ചുരുങ്ങി പോകുന്നു, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം? അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഓക്സിജൻ പ്രോപ്പറായിട്ട് ബ്രീത്തിങ് പാറ്റേൺ തെറ്റാണെങ്കിൽ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടുമോ? ഓക്കെ ഓക്കെ ഓക്കെ, കിട്ടുമോ? ഇല്ല, കിട്ടൂല. സാർ പറയുന്നത് കട്ടാവുന്നുണ്ട് സാർ. സാർ, കൃത്യമായിട്ട് ശ്വാസന പ്രവർത്തനം നടക്കുന്ന സമയത്ത് ആരോഗ്യമുള്ള വ്യക്തിയാണ് ശ്വസിക്കുന്നതെങ്കിൽ അയാളുടെ വയറ് ചുരുങ്ങുകയാണോ അതോ പൊന്തി വരികയാണോ ചെയ്യുക? അതായത് നോർമൽ, അതായത് പെർഫെക്റ്റ് ബ്രീത്തിങ് എന്ന് പറഞ്ഞത് നിങ്ങൾ ശ്വാസം അകത്തേക്ക് എടുക്കുന്ന സമയത്ത് വയറ് വീർക്കണം, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറ് ചുരുങ്ങണം. ഓക്കെ, സാധാരണ രീതിയിൽ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ വയറിന്റെ ഉള്ളിലോട്ട് പോവുകയും ശ്വാസം വിടുമ്പോൾ അത് പുറത്ത് വയറ് വീർക്കല്ലേ ചെയ്യുന്നത്? അത് തെറ്റാണ്. ഓക്കെ ഓക്കെ, അത് തെറ്റാണ്. അത് തെറ്റെന്ന് പറഞ്ഞാൽ ബ്രീത്തിന്റെ എക്സസൈസ് ചെയ്ത് ശീലിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് മാറും. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് സ്ത്രീകളിലേക്കൊക്കെ ആണെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസും എഡിമയും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോ BP അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇന്ന് അസുഖം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ക്ലയൻസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് പാറ്റേൺ ഒക്കെ ഓക്കെ ആക്കിയാൽ മാത്രമേ അവർക്ക് അതുകൊണ്ടൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ബാക്കി നമ്മൾ എത്ര നീഡിൽ ചെയ്താലും എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ആ പെർഫെക്ഷൻ വരണമെങ്കിൽ ഇതിനെ കറക്റ്റായിട്ട് ചെയ്യണം. ഓക്കെ ആണോ സാർ? ഹലോ. അപ്പം നമുക്ക് വന്നിട്ട് വളരെയേറെ ഇപ്പം പല സമയങ്ങളിലും വന്നിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് അതായത് എഡിമ, അതല്ലെങ്കിൽ എന്താ പറയുക, കട്ടി എന്ന് പറയില്ലേ. അപ്പം എന്താണെന്ന് വെച്ചാൽ വയറിനകത്ത് കട്ടി, അല്ലെങ്കിൽ യൂട്രസിനകത്ത് കട്ടി എന്നൊക്കെ പറയുന്ന പോലെ എവിടെയെങ്കിലും ഒരു സാധനം അക്യുമുലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് അധികവും നമ്മളുടെ ഈ സർക്കുലേറ്ററി സിസ്റ്റമായിട്ട് വളരെയേറെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. സർക്കുലേഷനുമായിട്ട് വളരെയേറെ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. കാലിൽ നീര് വരുന്നു, അതല്ലെങ്കിൽ വയറ്റിൽ എന്തെങ്കിലും വന്നിട്ട് എന്താ മാസ് ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ബ്രീത്തിങ്ങുമായിട്ടും കൂടി കണക്റ്റ് ആവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ സ്കിന്നിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒരെണ്ണം നമ്മുടെ മെറ്റൽ എലമെൻറ്റോ അല്ലെങ്കിൽ ലങ് ആയിരിക്കും. സെക്കൻഡറിയാണ് നമുക്ക് അടുത്തതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറവുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് ലങ് ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, സോ നമ്മുടെ ശരീരത്തിനകത്ത് ഈ റെസിപ്രേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്കറിയാലോ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്താൽ മാത്രമേ ചീ എത്ര തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നോട്ടെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഇപ്പോൾ മറ്റേ പാകിസ്ഥാനിൽ വന്നിട്ട് ഇഷ്ടംപോലെ ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്തപ്പോൾ ആദ്യമേ തന്നെ ഈ മറ്റേ എന്താ പറയുക എയർബേസിൻ്റെ പാത്വേനെയാണ് ബോംബിട്ട് തകർത്തത്. എല്ലാവരുടെ എയർബേസിലെയും ഒട്ടുമിക്ക എയർബേസിൻ്റെയും മറ്റേ ഈ ഫ്ലൈറ്റർ ജെറ്റ്സ് പോകുന്ന വഴികളിലാണ് നമ്മൾ കുഴികൾ ഉണ്ടാക്കി വിട്ടത്, ഈ ഡ്രോണും മിസൈൽസൊക്കെ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിറയെ ആയുധങ്ങളുണ്ട്, ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതേമാതിരിയാണ് നിങ്ങളുടെ ശരീരത്തിനകത്ത് എത്ര തന്നെ ന്യൂട്രിയൻസും മറ്റേ പോഷക ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്തേണ്ട സ്ഥലത്ത് എത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ബ്രീത്തിങ് പാറ്റേൺ ഡിസ്മാൻഡിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എത്തേണ്ട സാധനങ്ങൾ എത്തേണ്ട ഭാഗത്ത് പെർഫെക്റ്റ് ആയിട്ട് എത്തില്ല. അത് എങ്ങനെയാണ് യുദ്ധത്തിൽ നമ്മളുടെ ശത്രു രാജ്യം ഫെയിലിയർ ആയത്, നമ്മൾ നമ്മുടെ ശരീരത്തിനകത്ത് ഫെയിലിയർ ആക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാറേ. ഇതില്ല, ഇങ്ങനത്തെ ഒരു പേഷ്യന്റിനെ കണ്ട ഇങ്ങനെ നോക്കുന്ന ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെയല്ല, അതെന്ത് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല അല്ല, നമ്മളെ എന്നുള്ളത്. ബ്രീത്തിങ് പാറ്റേൺ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അറിയാം. പക്ഷെ ഒരു പേഷ്യന്റ് വന്നാൽ ആദ്യമായിട്ട് ഇതാണ് നോക്കണ്ട, ഇതിലാണ് എല്ലാ പ്രശ്നം ഉള്ളതെന്ന് ആദ്യമായിട്ട് അറിയുന്നത്. അല്ല, നമ്മൾ എല്ലാം നോക്കണം. ഞാൻ ലങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലങ്ങിന് പ്രയോറിറ്റി കൊടുത്തു, അടുത്തതിലേക്ക് പോകുമ്പോൾ അടുത്തതിന് പ്രയോറിറ്റി കൊടുക്കും. അപ്പം നമ്മളൊരു ഹോളിസ്റ്റിക് ഹീലറാണ് അല്ലേ, മുഴുവനായിട്ടും ചികിത്സ. നമ്മൾ അലോപ്പതി മെഡിസിൻ അല്ല, നമ്മളുടെ തിയറിറ്റിക്കലി വന്നിട്ട് ഒരു മനുഷ്യനെ ഒരു യൂണിറ്റ് ആയിട്ട് കാണാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് 12 മെറിഡിയൻ ഉണ്ട്, 12 ഓർഗൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഓർഗണിനെ എല്ലാം നമ്മൾ കെയർ ചെയ്യണം. അല്ലാണ്ട് ഒരാൾ തലവേദനയ്ക്ക് വന്നു കഴിഞ്ഞാൽ തലവേദന മാത്രം മാറ്റിക്കൊടുക്കലല്ല നമ്മുടെ ജോലി. നമുക്ക് ആക്ച്വലി വന്നിട്ട് TCM തന്നെ രോഗനിവാരണത്തിനല്ല, ഒരു മനുഷ്യനെ വന്നിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം സോറി കേട്ടോ, പെട്ടെന്ന് നമ്മൾ ഇന്ന് എന്താ പറയുക, ഇന്നലത്തെ ക്ലാസ് ഇന്ന് മാറ്റിയപ്പോഴേ കുറച്ചേറെ ആളുകളും മറ്റുമൊക്കെ വരുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചീ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ബ്രീത്തിങ് പാറ്റേൺ കൂടി ശരിയാവണം. കാരണം ഈ ബ്രീത്തിങ് പാറ്റേൺ പ്രോപ്പറായാൽ മാത്രമേ ബ്ലഡ് സർക്കുലേഷനുമായിട്ടൊക്കെ കണക്റ്റഡ് ആവുന്നതും ചീ സർക്കുലേഷനൊക്കെ ആവുന്നതും. അതേമാതിരി തന്നെ നമ്മുടെ വാട്ടർ പാസേജസിനെ കറക്റ്റ് ചെയ്യുന്നതും അതിൻ്റെ വിതരണത്തിനുമൊക്കെ വന്നിട്ട് ഈ റെസിപ്രേഷൻ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേമാതിരി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രോപ്പറായി നിന്നാൽ മാത്രമാണ് എക്സ്റ്റേണൽ പാത്തജൻസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ പാറ്റേൺ പ്രോപ്പറായിരിക്കണം. ഈ പാറ്റേണിൽ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതുമാത്രമല്ല നമ്മുടെ സ്കിന്നിനെ കൺട്രോൾ ചെയ്യുന്നത് ലങ് മെറിഡിയനാണ്. അതേമാതിരി തന്നെ ശരീരത്തിലെ രോമങ്ങൾ, തലയിലത്തെ അല്ല, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന രോമങ്ങൾ, അതേമാതിരി മൂക്കുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതേമാതിരി തന്നെ നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ജീവൻ ഉണ്ടെന്ന് പറയുന്നതിലെ അതാണ് ഈ ഹൗസിംഗ് ദ പോ എന്ന് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സോൾ ഈ ലങ്ങിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ, ദേ ആൾസോ പ്ലേ എ റോൾ ഇൻ ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീങ്. നമ്മളുടെ എമോഷണൽ ലെവലിലും അതേമാതിരി തന്നെ ഫിസിക്കലായിട്ടുള്ള ലെവലിലും ഒക്കെ വന്നിട്ട് നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലങ് മെറിഡിയൻ അല്ലെങ്കിൽ ലങ് പ്രത്യേകിച്ച് ബ്രീത്തിങ് പ്രോപ്പറായിട്ട് ഉണ്ടാവണം. ഓക്കെ, ദ ലങ് മെറിഡിയൻ ഈസ് ദ ഫസ്റ്റ് ഓഫ് ദ 12 മെയിൻ മെറിഡിയൻസ്. 12 മെറിഡിയനിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദ ഫസ്റ്റ് പ്രൈമ ഫേസ്, നമ്മളൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം എങ്ങനെയാണോ ആ ശ്വാസം വലിച്ചെടുത്തിട്ട് ഒരു കരച്ചിലിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ മെറിഡിയനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിഡിയൻ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ മെറിഡിയനാണ് പ്രധാനമായിട്ട് എടുക്കുക. ഇതിനെ ഇൻമെറിഡിയൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. കാരണം ഇതിൻ്റെ പെയേർഡായിട്ടുള്ള ലാർജ് ഇൻട്രേഷൻ ഹോൾ ആയതുകൊണ്ട് ലങ്ങിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലങ്ങാണ് ഇൻ ആയിട്ട് വരുന്നത്. നമ്മുടെ ശ്വസനവും നമ്മളുടെ ശരീരത്തിലെ ചീയും വാട്ടർ മെറ്റബോളിസമായിട്ടൊക്കെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എവിടെ നമ്മുടെ വാട്ടർ റിട്ടൻഷനെ പൊതുവെ നമ്മൾ എഡിമ എന്ന് പറയും. ശരീരത്തിനകത്തൊക്കെ എഡിമ
സ്വെല്ലിങ് എന്തുണ്ടെങ്കിലും ആദ്യം ഒരെണ്ണം ആരാണ്? ലങ് തന്നെയായിരിക്കും. അത് അടുത്തത് വരുന്നത് എർത്തിലേക്കായിരിക്കും. നമുക്ക് അതിലേക്ക് പോകുമ്പോൾ നോക്കാം. ഓക്കെ, ദ ലങ് മെറീഡിയൻ കണ്ടെയ്ൻസ്, നമുക്കറിയാം അക്യുപഞ്ചറിൽ 11 പോയിന്റുകളാണ് പറയുന്നത്. ഓക്കെ, ഈ ലങ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ 11 പോയിന്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ പെയേർഡ് ഓർഗൻ എന്ന് പറയുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. അതിനെ യാങ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദ ലങ് മെറിഡിയൻ ഈസ് എ ഫണ്ടമെൻ്റൽ ചാനൽ ഫോർ റിസീവിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിങ് ചീ സ്വീകരിക്കുന്നതിനും അതേപോലെ തന്നെ ശരീരം മുഴുവനും വ്യാപിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും, ശരീരത്തിലെ എല്ലാ സെല്ലുകൾക്കും ട്രില്യൺസ് ഓഫ് സെല്ലുകളുണ്ട്. ഈ ട്രില്യൺസ് ഓഫ് സെല്ലുകൾക്കും ചീ എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സാധനമാണ് ലങ്. അപ്പോൾ നമ്മുടെ ബ്രീത്തിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കോളൂ. എങ്ങനെ ഉണ്ടാവണം? നമ്മൾ വന്നിട്ട് ബ്രീത്തിങ് സ്പീഡിൽ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല. പലപ്പോഴും എന്താ പറയുക, ആളുകളും പഴയ ആളുകളൊക്കെ പറയുന്നത് നമുക്ക് നമ്മളുടെ നമ്പർ ഓഫ് ബ്രീത്തിങ് ആണ് നമ്മളുടെ ആയുസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ TCMലാണെങ്കിലും ഏതിലാണെങ്കിലും ശരി, നമുക്കിവിടെ വന്നിട്ട് TCMൽ ഇത് പറയുന്നത് ആക്ച്വലി നമ്മളുടെ സമയമാകുമ്പോൾ നമ്മൾ പോയി അല്ലെങ്കിൽ അത് വിധിയാണ് എന്നും പറയുന്നതിനകത്ത് ഈ TCMനൊന്നും കാര്യമില്ല. TCMൽ മാത്രമല്ല, ഒട്ടുമിക്ക സിസ്റ്റത്തിലും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഒന്നും ആവശ്യമില്ല. ഓക്കെ, അപ്പം നമ്മളുടെ ഇവിടെ സിസ്റ്റം പ്രകാരം എങ്ങനെ പറയുന്നത്, നമ്പർ ഓഫ് ബ്രീത്തിങ് കൗണ്ടാണ് ഓരോ മനുഷ്യനും തന്നിരിക്കുന്നത്. ഓക്കെ, ചില ഗെയിമൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ ചീട്ടൊക്കെ കളിക്കുകയാണെങ്കിൽ ഒരു 12 ചീട്ട്, അതേപോലെ തന്നെ ഇങ്ങനെ കുറേ കളിക്കുന്ന സമയത്ത് പകുതി ചീട്ട് എടുത്തൊക്കെ കളിക്കാറുണ്ടല്ലോ, ഇട്ടിട്ട് കളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചീട്ട് കഴിയും തോറുമാണ് നിങ്ങളുടെ ലൈഫ് കഴിയുന്നത്. അതേമാതിരി തന്നെയാണ് നമ്പർ ഓഫ് ബ്രീത്തിങ് ആണ് നമ്മളുടെ ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര സ്പോർട്സ്മാൻമാരിൽ ലോങ് ലൈഫ് ഉണ്ടാവില്ല, അല്ലേ? എന്താ കാരണം? നമുക്കിപ്പോൾ ജീവികളിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുസ് എന്ന് പറയുന്നത് ശരിക്കും ആമയ്ക്കാണ്, അല്ലേ? ആമയുടെ ബ്രീത്തിങ് പാറ്റേൺ വളരെ സ്ലോവാണ്. വളരെ പതുക്കെ ശ്വാസം വലിച്ചെടുത്ത് 1 മിനിറ്റ് നിർത്തി അതിനനുസരിച്ച് പതുക്കെ വിട്ട്. അതുകൊണ്ടാണ് അത് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്നത്. കാരണം ഒരിക്കൽ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം അതിനെ ബ്രീത്ത് ഔട്ട് ചെയ്യാതെ പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ യോഗയിലൊക്കെ തന്നെ നമ്മൾ പരിശീലിപ്പിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ബ്രീത്തിങ് പാറ്റേണിനെയാണ് അവർ കറക്റ്റ് ചെയ്യുന്നത്. അതിലൂടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളെ നിയന്ത്രിക്കുകയും അതേപോലെ തന്നെ ചില എന്താ പറയുക ജോയിൻസിനെ ബ്ലഡ് കൂടുതൽ എത്തിക്കുക, ബ്ലഡ് എത്തുന്ന സമയത്ത് എനർജി എത്തിക്കുക, അങ്ങനെ കുറേയേറെ ഫങ്ഷനാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നുണ്ട്, അല്ലേ? സോ അതേമാതിരി നമ്മൾ ബ്രീത്തിങ് സ്പീഡിലാക്കുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ആയുസ് കുറയും. നിങ്ങൾക്കൊക്കെ ബാങ്കിൽ ഒരു 1,00,000 രൂപ ഇട്ടിട്ട് ഫർദറായിട്ട് ഒന്നും കിട്ടില്ല. എങ്ങനെയാണോ വൈറ്റൽ ചീ അല്ലെങ്കിൽ പ്രീനാറ്ററൽ ചീ തന്നിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ബ്രീത്തിങ് പാറ്റേൺ തന്നിട്ടുണ്ട്, ആ ബ്രീത്തിങ് പാറ്റേൺ വരെ നിങ്ങൾക്ക് ജീവനുള്ളൂ എന്നാണ് ചില എന്താ പറയുക പ്രായമായ ചില ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നിങ്ങളുടെ യുക്തിക്ക് വിട്ടിരിക്കുന്നു. സോ ദ ലങ് മെറിഡിയൻ നമ്മളതൊക്കെ പറഞ്ഞല്ലോ, അല്ലേ? സപ്പോർട്ടിങ് ഇമ്മ്യൂണിറ്റി, വീച്ചിയുമായിട്ട് വളരെയേറെ കണക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ് ലങ് മെറിഡിയൻ. അതേമാതിരി തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെയും അത് കണക്ട് ചെയ്യുന്നു. ആൻഡ് പ്രൊമോട്ടിങ് എമോഷണൽ ബാലൻസസ്, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയും എമോഷണൽ ബാലൻസുമായിട്ടൊക്കെ ബന്ധമുണ്ട്. എല്ലാം എമോഷണലായിട്ട് കണക്ട് ചെയ്യും. ഓരോ ഓർഗണിനും ഒരു എനർജി കൂടുന്ന സമയത്ത് ഒരു എമോഷൻ ആണെങ്കിൽ ഒരു എനർജി കുറയുമ്പോൾ വേറൊരു എമോഷനിലേക്ക് ബാധിക്കും. അപ്പോൾ ആൻസൈറ്റി, അതേമാതിരി തന്നെ ഡിപ്രഷൻ, ഇത് രണ്ട് തലത്തിലാണ്. ഈ ഡിപ്രഷൻ വന്നിട്ട് ഫയറിലേക്ക് വരുമ്പോഴും വുഡിലേക്ക് വരുമ്പോഴൊക്കെ വരും. ഓക്കെ, നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറേ പാറ്റേണിലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചേറെ സിമ്പിളാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിത് ഏത് മെറീഡിയനായിട്ടാണ് കണക്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് പോയിന്റ്സ് ഉപയോഗിക്കാനും അതേമാതിരി തന്നെ നമുക്ക് എന്താ പറയുക അയാൾ പറയുന്ന ഇഷ്യൂസിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ അതിൻ്റെ റൂട്ടിലേക്കൊക്കെ എത്താൻ നമുക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതേമാതിരി തന്നെ ക്ലാസ് എടുക്കുക ഇങ്ങനെ ശല്യം വരാൻ പാടില്ല. സോറി കേട്ടോ. സർ, ഈ ബ്രീത്ത് എത്ര നേരം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും മാക്സിമം?
അങ്ങനല്ല, അത് നമുക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. നിങ്ങൾ എന്താ വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കാൻ പോകുന്ന സമയത്തും നമ്മുടെ ബോഡിക്ക് സ്ട്രെയിൻ വരാത്ത രീതിയിൽ, ഓക്കെ, ശ്വാസം മാക്സിമം വലിക്കൂ പറഞ്ഞാൽ മസിലൊക്കെ ടൈറ്റ് പിടിച്ചിട്ട് അങ്ങനെ വലിക്കലല്ല, നമ്മളുടെ ശരീരത്തിന് ലോഡ് വരാത്ത രീതിയിൽ പതുക്കെ ബ്രീത്ത് ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക, എന്നിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക, പതുക്കെ വലിക്കുക. അത് വളരെ പതുക്കെ പതുക്കെ ചെയ്തിട്ട് പതുക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ മതി, ഒറ്റ ദിവസം കൊണ്ട് ചെയ്യേണ്ട. അങ്ങനെ അതേമാതിരി സാർ തന്നെ ആ ഇമ്പ്രൂവ്മെന്റ് തന്നെ ചിലത് 45 സെക്കൻഡ്, ചില 1 മിനിറ്റ് അങ്ങനെയൊക്കെ ഇല്ല. അത് അപ്പൊ മാക്സിമം നമുക്ക് ഓരോ മാതിരി ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു സെക്കൻഡിൽ പറയണ്ട. ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റുമോ 2-3 ദിവസം കഴിയുന്ന സമയത്ത് അതിനെ ഇൻക്രീസ് ചെയ്യാം. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ എന്നിട്ട് നിങ്ങൾ മറ്റേ എനിക്കൊരു ആഹാരം തരുന്നു, അബ്ദുൽ ഖാദർ സാറിന് ഒരു ആഹാരം കൊടുക്കുന്നു. രണ്ടുപേർക്കും തുല്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടുപേർക്കും സഫീഷ്യൻ്റ് ആവുമോ? ഞാൻ നന്നായി കഴിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് മതിയാവില്ല, ശരിയല്ലേ? അതല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് പോരാണ്ടാവും. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നത് ഓരോ വ്യക്തിയുമല്ലേ. അപ്പോൾ അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് ചെയ്യാം. അല്ലാണ്ട് നമ്മൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇത്ര തന്നെ ചെയ്യണം എന്നൊന്നും പറയാൻ പറ്റില്ല. സാർ ഈ ഇതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ ഈ ഫിഷർ, മറ്റേ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ 3-4 മിനിറ്റ് ഒക്കെ വെള്ളത്തിനടിയിൽ ശ്വാസം അതെ പിടിക്കും. അതെ 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 ഓക്കെ. സോ അവർക്ക് നല്ല അപ്പൊ ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും. അവർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരത്തില്ല. അവർക്ക് അതെ നല്ല ഫിസിക്കായിരിക്കും. അവരുടെ പറയുന്ന കാര്യങ്ങളും, അവർക്ക് എത്ര തന്നെ ഫിനാൻഷ്യലി ക്രൈസിസ് ഉണ്ടെങ്കിലും അവരൊരു കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് വരും. അത് മർഡർ ആണെങ്കിലും ശരി, വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ശരി. അതായത് അവര് കൂസല് ഒരു ഇതുണ്ടാവില്ല, ഒന്നിലും നോ പ്രോബ്ലം. അതെ അതെ അതിന്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ അത്രയും ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത് കൊണ്ടാണ്, ബോഡിയിൽ ചീ ഉള്ളത് കൊണ്ടാണ്. ആ ചീ ഡെഫിഷ്യൻസ് ആണ് നമ്മൾ ഭയക്കുന്നതും പേടിക്കുന്നതും എല്ലാം തന്നെ ചീയുടെ ഇംബാലൻസ് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ ലങ്സിന്റെ എനർജി പ്രശ്നം വരുമ്പോൾ എർത്തിനെയും വാട്ടറിനെയും ഒരേ സമയത്ത് ബാധിക്കില്ലേ? ഒന്നിൽ കൂടുതലോ ഒന്നിലോ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മറ്റേ ഹ്യൂമൻ ബീയിങ്. അതായത് അവരുടെ ബാക്കിയുള്ള സാധനങ്ങളുടെ ഒക്കെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ഓക്കെ. ഓക്കെ. സോ ഇത് വന്നിട്ട് നമ്മുടെ മിഡിൽ ജിയോ ആയിട്ട് കണക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ കയ്യിലൂടെ മെറീഡിയൻ പോകുന്നുണ്ട്. സോ ഈ മെറീഡിയൻ പോകുന്ന എല്ലാ ഭാഗത്തിൻ്റെ ഇഷ്യൂസിനെയും നമുക്കിതിനെ കമ്പയർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അതേമാതിരി തന്നെ ഇതിലൊരു ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവാം. അത് ഷോർട്ട് ബ്രീത്ത് ആവാം, അല്ലെങ്കിൽ ലോങ് ബ്രീത്ത് ആവാം, അതല്ലെങ്കിൽ ഇമ്മ്യൂണായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. ശരീരത്തിലെ ചീ മൂവ്മെൻറ്റ്സിനെ ബാധിക്കാം. ഓക്കെ. സോ ഇതൊക്കെ നിങ്ങൾ ആൾറെഡി നോക്കിയിട്ടുണ്ടാവും. എലമെൻ്റ് എന്ന് പറയുന്നത് മെറ്റലാണ്, ലങ് എന്ന് പറയുന്നത് ഇൻഓർഗൻ ആണ്, ഡയറക്ഷൻ വെസ്റ്റ് ആണ്, സീസൺ വന്നത് ഓട്ടം എന്നാണ്, ക്ലൈമറ്റ് ഡ്രൈ കണ്ടീഷൻസ് ആണ്. അതായത് ഇത് കൾട്ടിവേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പൊതുവേ വന്നിട്ട് മറ്റേ നമ്മളുടെ ഈ കാറ്റുകാലം എന്ന് പറഞ്ഞാൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഈ കൊയ്ത്ത് സമയം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ കൾട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതേമാതിരി സെൻസ് ഓർഗൻ മൂക്കാണ്, സെൻസ് എന്ന് പറയുന്നത് സ്മെല്ലാണ്, ടിഷ്യൂസ് വന്നിട്ട് സ്കിന്നും ആൻഡ് ഹെയർ എന്ന് എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ഹെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി ഹെയറിനെയാണ്. പോസിറ്റീവ് എമോഷൻ എന്ന് പറഞ്ഞാൽ കറേജാണ്. അതായത് നിങ്ങൾക്ക് വന്നിട്ട് മറ്റേ മെറ്റൽ എലമെൻറ്റ് നന്നായിട്ടുണ്ടെങ്കിൽ നല്ല ധൈര്യമുള്ള ആളായിരിക്കും അവർക്ക്. ഓക്കെ. നെഗറ്റീവ് എമോഷൻ വന്നിട്ട് ഗ്രിഫ്നെസ് ആണ്. അതായത് സങ്കടങ്ങൾ എപ്പോഴും വന്നിട്ട് മറ്റെന്താ പറയുക, ഒരു 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 ശോകമയമായിരിക്കുക. അതിൽ ചില മറ്റേ പണ്ടത്തെ സിനിമ ആക്ട്രസിലൊക്കെ 1-2 പേരുണ്ട്, ശാരദ തുടങ്ങി ഉള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെപ്പോഴും വന്നിട്ട് ശോകമയമായിട്ട് ഉണ്ടാവുക അല്ലേ. അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ അവർക്ക് വന്നിട്ട് മറ്റേ ബോൾഡായിട്ടുള്ള ക്യാരക്ടറിനേക്കാളും ഏറ്റവും കൂടുതൽ വന്നിട്ട് സങ്കടപ്പെടുന്ന ക്യാരക്ടേഴ്സാണ് അവർക്ക് സക്സസ് ആവുക. അപ്പോൾ ആ സാഡ്നെസ് എന്ന് പറയുന്നതൊക്കെ വന്നിട്ട് നെഗറ്റീവാണ് മെറ്റൽ എലമെൻറ്റിൻ്റെ. ഇപ്പം നിങ്ങൾക്ക് ഒരു ഏത് കാര്യത്തിനകത്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര സാഡ്നെസ് ആണ്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ വന്നിട്ട് ദുഃഖകരമായ കാര്യങ്ങളാണ് നിങ്ങൾ എമോഷണലി ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പ്രൈമോ ഫൈസി പറയുന്നത് നിങ്ങളുടെ മെറ്റൽ എനർജി വീക്കാണെന്നാണ്. ഓക്കെ. അതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഷാർപ്പ് സ്മെൽ അല്ലെങ്കിൽ പുഞ്ചൻറ്റ് എന്ന് പറയും. അതായത് എക്സാമ്പിൾ വന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇല്ലേ, ഉള്ളി വിനിഗറിൻ്റെ സ്മെല്ലൊക്കെ ഇല്ലേ,
അതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരാളുടെ വിയർപ്പ് വരുന്ന സമയത്ത് ഈ വിയർപ്പിന് വന്നിട്ട് വിനിഗറിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ ഒണിയൻ പോലെ നമ്മളുടെ ശരീരത്തിന് എന്താ പറയുക ഷാർപ്പായിട്ടുള്ള സ്മെല്ലാണ് വരുന്നതെങ്കിൽ അത് ആക്ച്വലി അവരുടെ മെറ്റൽ വീക്ക് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ TCMൻ്റെ ഒരു പാർട്ട് ഡയഗ്നോസിസിൽ വരുന്നത് അവരുടെ സ്മെൽ, ശരീരത്തിനകത്ത് നിന്ന് വരുന്ന സ്മെല്ലിൻ്റെ മറ്റേ ഇതും കൂടെ ഉണ്ട്. അത് വളരെ റെയറായിട്ടുള്ള ആൾക്കാർ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഇപ്പം ഞാൻ അങ്ങനെ ഒബ്സർവ് ചെയ്തതിൽ നമ്മൾ കോയമ്പത്തൂരിൽ ജിങ്ലു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്, ഒരു അക്യുപഞ്ചർ പ്രൊഡക്ട്സും അതേമാതിരി ഒരുപാട് ക്ലാസ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ അവരുടെ ഒരു മെയിനായിട്ടുള്ള ഒരാളുണ്ട്, അദ്ദേഹം ക്ലാസ് പണ്ടൊന്നും എടുക്കാറില്ല, ഇപ്പോൾ എടുക്കാറുണ്ടെന്ന് പറഞ്ഞു. ശിവകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഈ അക്യുപഞ്ചർ പഠിക്കുമ്പോൾ 2010 അവർ സക്സസ്ഫുള്ളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ ക്ലിനിക്ക് ഞാൻ തുടങ്ങാൻ പോകണ മുമ്പ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ പോയ സമയത്ത് എൻ്റെ കാര്യം വെച്ചാൽ ഞാൻ രാവിലെ പോകും, അവിടെ ഇരിക്കും, ഉച്ച വരെ ഒബ്സർവ് ചെയ്യും അവരെന്തൊക്കെ ചെയ്യണമെന്ന്. ഒരു പേഷ്യൻസിനെ നോക്കില്ല, അവരോട് ഒരു ചോദ്യവും ചോദിക്കത്തില്ല, ജസ്റ്റ് ഇരുന്നിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നെന്നുള്ളത് നോക്കുന്ന സമയത്ത് അദ്ദേഹം അറിഞ്ഞോ അറിയാതെ, ആ ക്ലയൻറ്റ് പോലും അറിയാതെ അവരുടെ ബോഡിയിൽ, പ്രത്യേകിച്ച് കിടന്നിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ലെഗിൻ്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ കൈകളുടെ ഭാഗങ്ങളോ അവരറിയാതെ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴാണ് നമുക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എത്രത്തോളം കറക്റ്റാണെന്ന് അറിയേണ്ടത്. ഇതുവരെ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് ഈ സ്മെല്ലുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അപ്പോൾ പൾസ് നിങ്ങൾ ആദ്യം പോയി നോക്കുന്ന സമയത്ത് എല്ലാ പൾസും ഒരേപോലെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ എക്സ്പേർട്ട് ആകുന്ന സമയത്ത് 5-6 വെറൈറ്റി കാണും. ഒരുപാട് എക്സ്പേർട്ട് ആകുമ്പോൾ സമയത്ത് അതിനകത്ത് 25-ഉം 26-ഉം വെറൈറ്റി കാണുന്നത് പോലെ തന്നെ ഇതെല്ലാം പറഞ്ഞു തന്ന് മനസ്സിലാക്കേണ്ടതല്ല, നിങ്ങൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഇതെല്ലാം തന്നെ ഈ മെറ്റൽ എലമെൻറ്റ് വീക്കാണോ എന്താണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പൊതുവേ നമ്മൾ കളർ എന്ന് പറയുന്നത് വൈറ്റ് കളറാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. സൗണ്ട് വന്നിട്ട് ക്രൈയിങ് ആണ് ഇതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. കാരണം ഒരു ശോകമുള്ള ആളുകൾ, സങ്കടമുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് കരയൂലേ, സോ ദ സൗണ്ട് ഈസ് ക്രൈയിങ്. സ്മെല്ല് വന്നിട്ട് റോട്ടൻ, കരിഞ്ഞ മണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ റോട്ടൻ കരിഞ്ഞ അല്ല, അളിഞ്ഞ മണം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ അപ്പൊ 2 സ്മെല്ലായല്ലോ, ഒന്ന് റോട്ടനും ഒന്ന് ഓണിയനും പിന്നെ വിനാഗറിന്റെ സ്മെൽ, അതിൽ ഏതാണ്? അത് ഫ്ലേവറാണ്. ഫ്ലേവർ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഓണിയനും വിനിഗറും വെച്ചത്. ഓക്കെ, പുഞ്ചൻ്റ് എന്ന് പറയുന്നത് മനസ്സിലാവാൻ, അത് ഫ്ലേവറാണ്. അതേമാതിരി തന്നെ സ്മെല്ലെന്ന് പറയുന്നത് റോട്ടൻ എന്ന് പറഞ്ഞാൽ അളിഞ്ഞത് എന്നുള്ള അർത്ഥമാണ്. ഒരു ഉള്ളിയൊക്കെ അളിഞ്ഞാൽ വരുന്നില്ലേ, പക്ഷെ ഇപ്പൊ അധിക പേര് സ്പ്രേ ഉപയോഗിക്കുന്നുണ്ട്, മനസ്സിലാവോ? ഞാൻ പറയാം, നിങ്ങൾ ഒരു മറ്റേ ലങ്ങിന് വീക്ക്നെസ് ഉള്ള ആളുകൾക്ക് ചെറിയ ഉള്ളി നിറയെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് സപ്പോർട്ടാവും. അത് പുഞ്ചൻ ടേസ്റ്റാണ്, ഫ്ലേവറാണ്, അത് മെറ്റൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് നിറയെ കൊടുക്കാം. ക്ലിയർ ആയോ? ആ സമയത്ത് പറഞ്ഞോളൂ. എരിവോട് കൂടിയ എരിവും വന്നിട്ട് മെറ്റലിൻ്റെ തന്നെയാണ്, മെറ്റലിൻ്റെ തന്നെ ഫ്ലേവറാണത്. അത് ആക്ച്വലി ഫ്ലേവർ എന്ന് പറയാൻ പറ്റില്ല, ടേസ്റ്റ്. സമയത്ത് അതായിരിക്കും കൂടുതൽ മറ്റുള്ള ടേസ്റ്റ്. അതെ. അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. കാരണം ഈ എരിവെന്ന് പറയുന്നത് രണ്ടിലും വരുന്ന സാധനമാണ്. നിങ്ങൾക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസിയിൽ വിറ്റാമിൻ K ഡെഫിഷ്യൻസി ഉള്ളവർക്ക് എരിവിനോട് ആഗ്രഹം കൂടുതലുണ്ടാവും, എരിവിനോട്. ഓക്കെ. അപ്പോൾ എരിവിനോട് ആഗ്രഹം ഉണ്ടെങ്കിൽ പല ആളുകളും പോയിട്ട് ഈ എന്താ പറയുക ഹോട്ടലിലും മറ്റും കിട്ടുന്ന എരിവുള്ള സാധനങ്ങളാണ് അധികം ഉപയോഗിക്കുക. ഒറ്റ മിനിറ്റ്. ഓക്കെ. ഫോൺ എടുത്തിട്ടാ? വേഗം. ഒറ്റ മിനിറ്റ്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് കേട്ടോ. ഇറ്റ്സ് ഓക്കെ സാർ, ഇറ്റ്സ് ഓക്കെ.
സോറി കേട്ടോ, ഇന്ന് ആക്ച്വലി ക്ലാസ് ഇല്ലാത്ത ദിവസമല്ലേ, അപ്പം പൊതുവെ പേഷ്യൻസും അതേമാതിരി ബാക്കിയുള്ളവരൊക്കെ വിളിക്കുന്ന ദിവസമായതുകൊണ്ടേ സോറി, ഓക്കെ വെരി സാർ. സോറി, വെരി സോറി. ഓക്കെ. അപ്പോൾ അതിൻ്റെ ടൈം നമുക്കറിയാം. ലങ് മെറീഡിയൻ്റെ ടൈം അല്ലെങ്കിൽ ലങ് എന്ന് പറയുന്ന ഓർഗൻ്റെ ടൈം വന്നിട്ട് 3 മണി തൊട്ട് 5 മണി വരെയാണ്. നമുക്കതിൻ്റെ കാര്യങ്ങൾ വന്നിട്ട് കൂടുതലും ഓർഗൻ ക്ലോക്ക് ഒരു ദിവസം എടുക്കാം. അന്ന് നമുക്ക് കുറച്ചുകൂടെ പ്രയോറിറ്റൈസ് നോക്കാം. എന്നാലും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരിക്കൽ കൂടെ പറയുകയാണ്, ഈ ലങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ലങ്ങിൽ ഒരുപാട് എന്താ പറയുക ടോക്സിക് എലമെൻറ്റ്, അത് മറ്റേ ഹീറ്റ് കാരനാണെങ്കിലും ശരി കോൾഡ് കാരനാണെങ്കിലും ശരി, ഫലം ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫലം എന്ന് പറയുന്നത് കഫം എന്നുള്ള ഉദ്ദേശത്തിലാണ്, മ്യൂക്കസ് ഫോം ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആസ്മറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 to 5 AM എസ്പെഷ്യലി അതിൻ്റെ മിഡിൽ വരുന്ന 4 AM അവർക്ക് ഉറക്കം ഡിസ്റ്റർബൻസ് ആവും. അതെന്തുകൊണ്ടാണ് അവർക്ക് ഉറക്കം ഡിസ്റ്റർബൻസ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലങ്ങിൻ്റെ ടൈമാണ്. ലങ് അതിനെ റീജനറേറ്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെയുള്ളവർ എഴുന്നേറ്റിട്ട് ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസോ ബോഡി വാമിങ്ങോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ബുദ്ധിമുട്ടിൽ നിന്ന് വേഗം റീകൂപ്പ് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ടൈം പറഞ്ഞാൽ സമയത്ത് ഈ ആ ലങ്സിന്റെ ആസ്തമ സാധാരണ പറയാറുണ്ട് ഒരു 3 സാർ പറയണത് എനിക്ക് ക്ലിയർ ആയി കേൾക്കുന്നില്ല. ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറയാവോ? 3 to 5 3 to 5 സമയത്ത് വേർപ്പോടെ എഴുന്നേൽക്കാറുണ്ടെന്ന് പറഞ്ഞ കംപ്ലൈന്റ് ഉണ്ടാവാറുണ്ട്. വേർത്ത് എഴുന്നേൽക്കാർ. ഓക്കെ. ഈ സമയത്ത് വേർപ്പോട് കൂടി എഴുന്നേൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തന്നെ അവർക്ക് വന്നിട്ട് ചീ ഫ്ലോ പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും. അത് ലങ്ങിലേക്ക് എഫക്റ്റ് വരുന്നത് കൊണ്ട് അതിനെ പുറന്തള്ളാൻ സഹായിക്കായിരിക്കാം. ഓക്കെ. അതേമാതിരി തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ടൈം എന്ന് പറയുന്നത് ബ്ലാഡറാണ്. നമ്മുടെ പൊളാരിറ്റി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലങ്ങിൻ്റെ പൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നാണ് എഴുതേണ്ടത്. ഞാൻ ജസ്റ്റ് ഇവിടെ യാങ് എന്ന് എഴുതി. ആക്ച്വലി പൊളാരിറ്റി എന്ന് പലപ്പോഴും നിങ്ങൾ കേൾക്കും. അപ്പോൾ ഒരു ഓർഗൻ്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്നാണോ യാങ് ആണോ എന്നാണ്. അപ്പോൾ ലങ് എന്ന് പറയുന്ന ഓർഗൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഇന്നാണ്. ഇതിൻ്റെ ഫ്ലോ ഡയറക്ഷൻ അപ്വേർഡാണ്. എന്തുകൊണ്ടാണ് അപ്വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മേലോട്ട്, അതുകൊണ്ടല്ല. ആക്ച്വലി വന്നിട്ട് ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് മെറിഡിയൻ ഫ്ലോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മെറിഡിയൻ ഫ്ലോ എവിടുന്നാണ്? LU1 എന്ന് തുടങ്ങി LU11 അത് താഴോട്ടാണോ മുകളിലോട്ടാണോ? മേലോട്ട്. അതെങ്ങനെ മേലോട്ടാകുക? കൈ താഴെയല്ലേ? LU11 താഴെയല്ലേ? LU1 മേലെയല്ലേ നമ്മളെ തൊണ്ടേന്റെ അടുത്ത്? അപ്പൊ ഒന്നല്ല 11 പോവുക. ജമീല മാം, എല്ലാ ക്ലാസ്സും നിങ്ങൾ കേട്ടിട്ടില്ല എന്നർത്ഥം. എൻ്റെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ പോയിന്റ് പഠിക്കുന്ന സമയത്ത് മോഡേൺ മെഡിസിൻകാർ അവരുടെ അനാട്ടമി വെച്ചിട്ടാണ് ഈ പോയിന്റുകൾക്കൊക്കെ ലൊക്കേഷൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അക്യുപഞ്ചറിൻ്റെ സിസ്റ്റത്തിൽ അനാട്ടമിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത് 2 കൈകളിലും മോഡിലേക്ക് ഉയർത്തി വെച്ചിട്ട് നിൽക്കുന്ന പൊസിഷനാണെന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് LU1 നിന്ന് LU11 മുകളിലേക്കാണോ താഴോട്ടാണോ? മുകളിലേക്കാ പറയുന്നത്. ഓക്കെ. ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് എവിടെയാണ് ഉദ്ദേശിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. ഓക്കെ ആണോ? ഇതിന്റെ എനർജി സക്ക് ചെയ്ത് ലങ് സക്ക് ചെയ്ത് താഴോട്ട് എനർജീനെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് വേറെയും. ഇത് മെറീഡിയനെ കുറിച്ചാണ് പറയുന്നത്. മെറീഡിയന്റെ ഫ്ലോ ഡയറക്ഷൻ അപ്വേർഡിലേക്കാണ്. ഓക്കെ. പക്ഷേ ലങ്ങിന്റെ ആന്തരികമായിട്ട് ഇതെല്ലാം വലിച്ചെടുത്ത് സ്റ്റൊമക്കിൽ നിന്നെല്ലാം എടുക്കുന്നതെന്ന് അതിന്റെ കൂടുതൽ റേഷ്യോ എങ്ങോട്ടേക്കാണ് പോകുന്നത്? താഴോട്ടാണ്. അപ്പൊ അതിന്റെ ഫ്ലോ ഉള്ളിലുള്ള സർക്കുലേഷൻ ഫ്ലോ വന്നിട്ട് ഡൗൺവേർഡ് ആണ്. പക്ഷെ മെറീഡിയന്റെ ഫ്ലോ എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാട്ടമിക്കലി നമ്മൾ 2 കൈകളും പൊന്തിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് LU1 എന്നുള്ളത് ചെസ്റ്റിൽ നിന്ന് കൈകളിലേക്കാണ്. അപ്പോൾ കൈ അപ്പർ എക്സ്ട്രിമിറ്റീസ് ആണ്. അപ്പോൾ മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്ന പൊസിഷനിലാണ്. അപ്പോൾ ഫ്ലോ ഓഫ് മെറീഡിയൻ ഈസ് അപ്വേർഡ്. ക്ലിയർ ആണോ സാറേ? ഇവിടെ ഒരു സംശയം ചോദിച്ചോളൂ. ഇപ്പോൾ ലങ്സിന്റെ ചെസ്റ്റ് ഭാഗത്ത് നിന്ന് കൈകളിലേക്കാണ് പാത്വേ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എയർ മെറിഡിയനിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരോട് കൈ പൊക്കിയിട്ട് കുറച്ച് പറഞ്ഞാൽ അതിലെല്ലാം മാറ്റം ഉണ്ടാവുമോ? ഉറപ്പായിട്ടുണ്ടാവും. ഓക്കെ. അതിനാണ് കൈകൾ രണ്ടും പൊന്തിച്ചിട്ടേ നമ്മൾ ബാക്ക് ബെൻഡ് പറയില്ലേ,
അത് പൊതുവേ എനർജി സർക്കുലേഷന് വളരെ നല്ലതാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ കുറേ ദൂരം ഓടിക്കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് കൈകൾ പൊന്തിച്ചിട്ട് ബാക്കിലേക്ക് പ്രഷർ കൊടുക്കും, കണ്ടുണ്ടോ? കൈ മുകളിലേക്ക് പൊന്തിച്ചിട്ട്. കണ്ടിട്ടുണ്ട്. നമ്മൾ അറിയുന്നത് നമ്മുടെ ബോഡി ഇന്റലക്ച്വൽ ആണ്. എന്താ ചെയ്യുന്നത്, നമ്മുടെ ചീ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ മെറീഡിയനൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി ഒന്ന് കൈകൾ കുടഞ്ഞ് മുകളിലേക്കാണ് കുടയുക. താഴേക്ക് കുടയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ മുകളിലേക്കാണ് കൈ കുടയുക. അപ്പോൾ ആ വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സർക്കുലേഷൻ ശരിയാവും. ഓക്കെ. ഒറിജിൻ ആൻഡ് എൻഡിങ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റിൽ നിന്ന് തുടങ്ങി കൈകളിലാണ് ഇത് മെറീഡിയൻ അവസാനിക്കുന്നത്. അക്യുപഞ്ചർ പോയിന്റ്സ് 11 ഉള്ളത്. ഇതെല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എക്സ്റ്റേണൽ മെറീഡിയന്റെ നിങ്ങൾ ആദ്യം പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. ഓക്കെ. ഈ മെറീഡിയൻസ് എല്ലാം പറഞ്ഞോളൂ. നമ്മൾ ഓണിയൻ കഴിക്കുകയാണെങ്കിൽ യെല്ലോവിന്റെ ഡെഫിഷ്യൻസി പിന്നെ ബാലൻസ് ആവുമോ? അതുകൊണ്ട് മാത്രം ആയിക്കോണമെന്നില്ല. പക്ഷെ ഫുഡ് പ്രയോറിറ്റി ഉള്ളത് കൊണ്ട് ഓണിയനും കൂടുതൽ ഉപയോഗിക്കാൻ പറയാം. പണ്ട് ശബ്ദ തടസ്സം വന്നു കഴിഞ്ഞാല് ചെറിയ ഉള്ളിയും കണ്ടുമാണ് കഴിച്ചിരുന്നത് പണ്ട് കാലത്ത്, ചെറുപ്പകാലത്ത്. അപ്പൊ നമ്മളെന്താ ചെയ്യാന്ന് നിങ്ങളെല്ലാവരും കൂടി എനിക്കൊരു അഡ്വൈസ് ഉണ്ട്. എന്താ വെച്ചാലേ, നമ്മളിന്ന് അന്യം വന്നു പോകുന്നതാണ് ഈ ഗൃഹവൈദ്യം അല്ലെങ്കിൽ ഒറ്റമൂലി എന്നുള്ളത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങൾക്ക് ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അതിനെ മുഴുവനൊക്കെ കൈമോശം വന്നുപോയി. അപ്പം നിങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഓരോ ഒറ്റമൂലികൾ നിങ്ങൾ അറിയാവുന്നത്, അത് ഗൃഹവൈദ്യം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചികിത്സിക്കാൻ കഴിയും നിങ്ങളൊരു കൂട്ടായ്മയോടുകൂടി ഉണ്ടാക്കിയിട്ട് ഒരു സോഫ്റ്റ് കോപ്പി ഹാർഡ് കോപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിനെ സൂക്ഷിച്ച് വെക്കുക നിങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഇതെല്ലാം അന്യം നിന്ന് പോകും. നമ്മളുടെ ഇവിടെ ഗ്രൂപ്പ് ഉണ്ടായാൽ മാത്രം പോരാ, അത് അല്ലാതെ ആളുകളിലേക്ക് എത്താനും കൂടെ ഒന്ന് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ. നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്നത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മളിൽ എല്ലാവർക്കും വേണം. നമ്മളൊക്കെ സോഷ്യൽ കമ്മിറ്റഡ് ജീവിയാണ്. അപ്പം നമ്മളുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ. എങ്കിലേ നമ്മൾ വന്നതിന് അർത്ഥമുള്ളൂ. നമ്മൾ ജനിച്ചത് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും വേണ്ടിയിട്ടാണ്. കാരണം പ്രകൃതിയിലെ നിയമതാണ് അതങ്ങനെയാണ്. നമ്മൾ വേണ്ടി മാത്രം ജീവിക്കുകയാണെങ്കിൽ നമ്മളൊന്നും ഇല്ലാതായി പോകും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടി, ഒരു മരം ആയിക്കോട്ടെ, അതല്ല മനുഷ്യന് വേണ്ടി മാത്രമല്ല, പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ്. അതേമാതിരി നമ്മളും പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കേണ്ടത്, അല്ലാണ്ട് നമുക്ക് വേണ്ടിയിട്ടല്ല. ഓക്കെ. അപ്പോൾ ഇതിന് ഇന്റേണൽ പാത്ത് എന്ന് പറയുന്നുണ്ട്. ഈ ഇന്റേണൽ പാത്തിലാണ് നമുക്ക് അറിയാം, ഈ LU1 തുടങ്ങി LU2 വരെ LU11 പോകുമ്പോൾ ഈ മെറീഡിയൻ എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ ലങ്ങിനെ ടച്ച് ചെയ്യുന്നില്ല. ശരിയല്ലേ? ടച്ച് ചെയ്യുന്നുണ്ടോ? എക്സ്റ്റേണൽ പാത്ത് ടച്ച് ചെയ്യുന്നില്ല. ഇല്ല. ലാർജ് ഇൻഡസ്ട്രീനെ ടച്ച് ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മൾ പറയുന്നു ഡൈജഷന് ഇത് ഹെൽപ്പ് ചെയ്യണു, കോൺസ്റ്റിപ്പേഷന് ഹെൽപ്പ് ചെയ്യണു, ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യണു. ഇത് അകത്തേക്ക് സഞ്ചരിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക? സോ അങ്ങനെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പഠിക്കുന്ന സമയത്ത് എളുപ്പം മനസ്സിലാക്കാനും വേണ്ടി എക്സ്റ്റേണൽ പാത്വേ മാത്രം പഠിക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഇൻറ്റേർണൽ പാത്വേ പഠിക്കുന്നു. പക്ഷേ ഈ ഇൻറ്റേർണൽ പാത്വേയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ ഇത് ഡീപ്പായിട്ട് പോകുന്ന ഒരു സാധനമാണ്. ഓക്കെ. സോ ഇൻറ്റേർണൽ പാത്വേ ഈ മെറീഡിയൻ തുടങ്ങുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻറ്റേർണൽ പാത്വേ മെറീഡിയൻ തുടങ്ങുന്നത് ആൾമോസ്റ്റ് സ്റ്റൊമക്കിൻ്റെ റീജിയൻ. അതായത് നമുക്ക് ട്രിപ്പിൾ വാർമറിൽ 3 ജിയോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. നമ്മുടെ അംബാനിയുടെ ജിയോ അല്ല, ഈ ബോഡിയിൽ ട്രിപ്പിൾ വാർമറിന് പറയുന്ന സാൻജിയാവോ എന്ന് പറയുന്ന ട്രിപ്പിൾ വാർമറിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് സാൻജിയാവോ എന്നാണ്. അപ്പോൾ അപ്പർ സാൻജിയാവോ, മിഡിൽ സാൻജിയാവോ, ലോവർ സാൻജിയാവോ. അപ്പോൾ മിഡിൽ സാൻജിയാവോയിൽ അപ്രോക്സിമേറ്റ്ലി സ്റ്റൊമക്കിൻ്റെ അവിടെ നിന്നാണ് ഏത് തുടങ്ങുന്നത്, ലങ് മെറീഡിയൻ്റെ ഇൻറ്റേർണൽ പാത്വേ തുടങ്ങുന്നത്. അവിടുന്ന് അത് നേരെ താഴോട്ട് പോയി ലാർജ് ഇൻഡസ്ട്രീനായിട്ട് കണക്ട് ചെയ്തിട്ട് ലാർജ് ഇൻഡസ്ട്രീനെ ഒരു ചുറ്റിയിട്ട്, അപ്പോൾ അവിടെ എന്തായി, ലങ് മെറീഡിയൻ അതിൻ്റെ പെയേർഡ് മെറിഡിയനായ ലാർജ് ഇൻഡസ്ട്രീൻ എന്നാണ് വരുന്നത്, കണക്ട് ആവുന്നത്. അങ്ങനെ കണക്റ്റായ അപ്പറിലേക്ക് വന്ന് ഓക്കെ, അത് നേരെ എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ കമ്മിങ് വിത്ത് ദ ലാർജ് ഇൻഡസ്ട്രീൻ ദ മെറിഡിയൻ അസെൻസ് passing through the diaphragm and then it enters and connects with the lung organ itself. അതായത് ആദ്യം സ്റ്റൊമക്കിൻ്റെ റീജിയൻ നിന്ന്, സ്റ്റൊമക്കിന് അപ്രോക്സിമേറ്റ്ലി സ്റ്റൊമക്കിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നേരെ താഴെ പോയി ലാർജ് ഇൻഡസ്ട്രീനെ കവർ ചെയ്ത് തിരിച്ച് മുകളിലേക്ക് കയറി മധ്യഭാഗത്ത് കൂടെ വന്ന് ഹാർട്ടിൻ്റെ അവിടെ വന്ന ശേഷം ഒറ്റ മിനിറ്റ്
സോറി മറ്റേ അത് നേരെ വന്നിട്ട് നമ്മുടെ ഹാർട്ടിൻ്റെ അവിടെ വന്ന ശേഷം ലങ്ങിലേക്ക് പോകുന്നു. ലങ്ങിന്ന് തിരിച്ച് വെളിയിലേക്ക് വന്ന് അതെന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റായിട്ട് 2 കൈകളുടെയും LU1 എന്നുള്ള പോയിന്റിലേക്ക് അത് എത്തുകയും അവിടുന്ന് എക്സ്റ്റേണൽ പാത്വേ ആയിട്ട് പുറത്തേക്ക് വരുന്നു. എന്തിനാണ് എക്സ്റ്റേണൽ പാത്വേ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടാവണം. ഓക്കെ, അതിനാണ് ഈ എക്സ്റ്റേണൽ പാത്വേ. നമ്മൾ അതിനെ ഉള്ള എനർജി സ്റ്റോഴ്സിന് എങ്ങനെയാണോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത്, ഇപ്പം ഇടുക്കിയിൽ നിന്ന് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് പാലക്കാട്ടിലേക്കോ മലപ്പുറത്തേക്കോ വരികയാണെങ്കിൽ നേരിട്ട് ഒരു കമ്പി കൂടെയല്ല വരുന്നത്. അത് ഇടയ്ക്ക് ചില ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ വെച്ചിട്ട് അവിടെ എനർജീനെ ഇത് ചെയ്ത് അതിൻ്റെ ലോസിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിനെ പിന്നെയും ഫോഴ്സ് കൊടുത്ത് അയക്കുന്നത് പോലെ ഓരോ എന്താ പറയുക, നമ്മുടെ ട്രാൻസ്ഫോമർ പോലെയാണ് ഒരു പാത്വേ പോകുന്ന സമയത്ത് ഈ ട്രാൻസ്ഫോമർ പോലെ നമ്മളുടെ ഈ പോയിന്റുകൾ വർക്ക് ചെയ്യാണ്. ഓക്കെ, സോ എല്ലാ മെറീഡിയനും ഇന്റേണലി പല ഓർഗൻസിനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര സൂക്ഷ്മമായിട്ടാണ്. ഇന്നും വന്നിട്ട് നിങ്ങളൊരു എക്സ്റേയോ MRIയോ എടുത്തു കഴിഞ്ഞാൽ ഈ മെറീഡിയൻസിനെ കാണാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ ഈ 5000 വർഷങ്ങൾക്ക് മുമ്പേ നിന്നിട്ട് ഇതിനൊരു പാത്വേ ഫിക്സ് ചെയ്ത് എക്സ്റ്റേണലി ഇങ്ങനെ പോകുന്നു, ഇന്റേണലി ഇതിങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എത്ര ബ്യൂട്ടിഫുള്ളായി എങ്ങനെ മനസ്സിലാക്കി കൃത്യതയോടുകൂടി എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ എഴുതിയ കാര്യങ്ങളൊന്നും വെറുതെ എഴുതിയ കാര്യങ്ങളല്ലെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എപ്പോഴാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായ സാധനമല്ല അത്. ഓക്കെ, ആൾമോസ്റ്റ് 5000 ഇയേഴ്സ് ആണ് റെക്കോർഡിക്കൽ പ്രൂഫ്. അപ്പോൾ ഈ റെക്കോർഡിക്കൽ പ്രൂഫ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരാൾ ഇതിനെ എത്ര അനലൈസ് ചെയ്തിട്ടുണ്ടാവും, എത്ര കാലഘട്ടങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇന്നത്തെ പോലെ ബുക്കുകളാക്കുക. ഓക്കെ, ഇന്നത്തെ മാതിരിയുള്ള കാലഘട്ടം ആയിരുന്നില്ല അന്ന് എന്നുള്ളതും കൂടെ ആലോചിക്കണം. എന്നും വായ്ത്താരിയിലൂടെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് ഇതിനെയൊക്കെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ വെറുതെ അല്ല. ഓക്കെ, സോ ഇറ്റ് കണ്ടിന്യൂസ് ടു ട്രാവൽ. നമുക്കറിയാം, ത്രോട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ലാറിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇത് എന്താ പറയുക, കൈകളിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നമുക്ക് ഒരു മിനിറ്റ് എക്സ്റ്റേണൽ പാത്വേനെ കുറിച്ച് തന്നെയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ആൾറെഡി നമ്മൾ പറഞ്ഞതാ. ഇത് ഓരോരോ പോയിന്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇത് എക്സ്റ്റേണൽ പാത്വേ നമ്മളെല്ലാം പഠിക്കുന്നുണ്ട്, ഇന്റേണൽ പാത്വേ അങ്ങനെ പഠിക്കലില്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ചിത്രം കാണാം. ഓക്കെ, മറ്റേ പെൻസിൽ ഡ്രോയിങ് പോലെ ബ്ലൂ കളറിൽ വരുന്നുണ്ട്, അത് റെഡ് കളറായിട്ട് വരുന്നുണ്ട്. സോ ആ ബ്ലൂ കളറിൽ ട്രാവൽ ചെയ്യുന്നതാണ് അപ്രോക്സിമേറ്റ്ലി ഇന്റേണൽ മെറീഡിയൻ. റെഡ് കളറിൽ ട്രാവൽ ചെയ്യുന്നത് അപ്രോക്സിമേറ്റ്ലി എക്സ്റ്റേണൽ ആയിട്ടുള്ള പാത്വേ. സോ ഓക്കെ, ആ സ്റ്റൊമക്കിൻ്റെ റീജിയനിൽ തുടങ്ങി ലാർജ് ഇൻറ്റെസ്റ്റൈനെ കവർ ചെയ്ത് മുകളിലോട്ട് വന്ന് അതെന്ത് ചെയ്യുന്നു വെച്ചാൽ ഹാർട്ടിനെ ക്രോസ് ചെയ്ത ശേഷം ലങ്ങിലേക്ക് കയറി, ലങ്ങിൽ നിന്ന് അത് പിന്നെ ത്രോട്ടിലേക്ക് പോയി, ത്രോട്ടിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്ന് LU1 എന്നുള്ള പോയിന്റിൻ്റെ അവിടെ വരുമ്പോഴാണ് ഇത് എക്സ്റ്റേണൽ പാത്വേ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇന്റേണൽ കണക്ഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ലാർജ് ഇൻറ്റെസ്റ്റൈൻ മെറീഡിയൻ എന്ന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ തള്ളവിരൽ തൊട്ടിട്ട് ഷോൾഡർ വരെയുള്ള ഇഷ്യൂസിനെയും അതിനകത്ത് ത്രോട്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനെയും ലങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനെയും ചില സമയങ്ങളിൽ ഹാർട്ടുമായിട്ടുള്ള ഇഷ്യൂസിനെയും അതേമാതിരി ഡയഫ്രമായിട്ട് കണക്ട് പോകുന്നതുകൊണ്ട് ഡയഫ്രത്തിൻ്റെ ഇഷ്യൂസിനെയും സ്റ്റൊമക്കിൻ്റെ ഇഷ്യൂസിനെയും ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ഇഷ്യൂസിനെയൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് പറിക്കുമ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ വന്നിട്ട് ചെസ്റ്റിനെ റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യുന്നു എന്നൊക്കെ, സർക്കുലേഷന് ട്രീറ്റ് ചെയ്യാൻ ഇത് നല്ലതാണെന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റേണലി ഇറ്റ് കണക്ട്സ് വിത്ത് ലോട്ട് ഓഫ് ഓർഗൻസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഞാൻ എപ്പം കരുതാറുണ്ട് ലങ്സും പിന്നെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ കുറച്ച് ദൂരെ ഇതെങ്ങനെയാണ് പെയറായെന്ന് എപ്പം ചിന്തിക്കാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അത് ഇന്റേണലി ഈ ഒരു കണക്ഷൻസ് എല്ലാ മെറീഡിയനും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ളതാണ്, നമ്മളെല്ലാവരും വന്നിട്ട് ഓക്കെ നമുക്കറിയുന്നില്ല നമ്മൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന്, പക്ഷെ നമ്മൾ അറിയാതെ നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. പ്രകൃതിയിലെ നിയമമാണത്. പ്രകൃതിയുമായിട്ട് നമ്മളെല്ലാവരും കണക്റ്റഡ് ആണ്. ഓരോ മരങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. എല്ലാമുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. ദർ ഇസ് നത്തിങ് കാൾഡ് ഇൻഡിപെൻഡൻറ്റ്, ഇൻഡിവിജ്വലായിട്ട് ഒന്നുമില്ല. ഒരു മൊണോപ്പൊളിയും ഇവിടെ ഇല്ല. അപ്പോൾ എങ്ങനെയാണോ ഇന്റേണൽ ഓർഗൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. ആ ജീവജാലങ്ങൾ നമ്മളുമായിട്ടും കണക്റ്റഡ് ആണ്. അത് നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും കുരങ്ങാണെങ്കിലും ആനയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്.
നമ്മളെല്ലാത്തുമായിട്ട്, ജീവനുള്ള എല്ലാ വസ്തുക്കളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. ആ ജീവജാലങ്ങളും നമ്മളുമായിട്ട് കണക്റ്റഡ് ആണ്, നമുക്കറിയുന്നില്ല എന്നേ ഉള്ളൂ. ക്ലിയർ ആയോ? ക്ലിയർ ആയി. പഞ്ചഭൂതങ്ങളുമായി നമുക്ക് പിന്നെ കണക്ഷൻ കിട്ടും, ബാക്കി എല്ലാവരുമായിട്ട് കണക്ഷൻ താനേ വരും. ഉറപ്പായിട്ടും അത് മനസ്സിലാക്കണം. അത് തന്നെയാണ് ഫണ്ടമെൻ്റൽ. ഓക്കെ, സോ LU1 എന്നുള്ള ലൊക്കേഷൻ നമ്മൾ എൻ്റെ ഇതിനകത്ത് വരുന്ന സമയത്ത് LU1 അടുത്തിട്ട് ഷോങ്ഫു എന്ന് എഴുതിയിട്ടുണ്ട്. അത് ചൈനീസിലെ ആ മറ്റേ ലങ് 1 പറയുന്ന പേരാ. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻകാർ പോയി ഇതിനെ വന്നിട്ട് ഇംഗ്ലീഷീകരിക്കുന്നത് വരെ അതിന് ഇങ്ങനെ ഒരു LU1 എന്നുള്ള പേരൊന്നുമില്ല. ഓക്കെ, അത് ഷോങ്ഫു എന്നാണ് അവർ പറയുക അവരുടെ ഭാഷയിൽ, ചൈനീസ് ഭാഷയിൽ. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സെൻട്രൽ പ്ലേസ് എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഓരോ പോയിന്റ് പറയുമ്പോൾ ഞാനിത് പറയുന്നില്ല. LU1 എന്നുള്ളത് അനാട്ടമിക്കലി നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെർമിനോളജി, അല്ലെങ്കിൽ LU1 എന്ന് ഉപയോഗിക്കും. സോങ്ഫു എന്നുള്ളത് അതിൻ്റെ അടുത്ത് വരുന്നത് എപ്പോഴും ചൈനീസ് ടെർമിനോളജി ആയിരിക്കും. ഈ ചൈനീസിൽ എഴുതിയ വാക്കിൻ്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇംഗ്ലീഷീകരിച്ചതാണ് അടുത്തത് വരുന്നത്. നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൊക്കേഷൻ നിങ്ങൾക്കറിയാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് അധികം മനസ്സിലായിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഡിക്കേഷന് ഏറ്റവും ലാസ്റ്റാണ്. അത് കഴിഞ്ഞാൽ ഫങ്ഷനാണ് അതിൽ അറിയേണ്ടത്. നിങ്ങൾ എപ്പോഴും ഒരു പോയിന്റിൻ്റെ ഫങ്ഷനാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ആ ഫങ്ഷനാക്കി മനസ്സിലാക്കിയ ശേഷം മാത്രം ഇൻഡിക്കേഷനിലേക്ക് പോവുക. ഇതെല്ലാം നിങ്ങൾ പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. പക്ഷേ ഇതിനേക്കാളും നീറ്റായിട്ട് നിങ്ങൾക്ക് നെറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ജസ്റ്റ് സമയം കിട്ടുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ മാത്രം മതി നിങ്ങളിത്. ഓക്കെ, സോ LU1 എന്ന് പറയുന്നത് ഓൺ ദ അപ്പർ ലാറ്ററൽ ആസ്പെക്ട് ഓഫ് ദ ചെസ്റ്റ്, 1 ചൂൺ ബിലോ LU2. LU2 നിന്ന് 1 ചൂൺ താഴെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ LU2 ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. LU2 എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ മിനിറ്റ് ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എന്നെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, ഇതാണ് നമ്മളെ തൊണ്ടയുടെ കുഴി എന്ന് പറയുന്നത് അല്ലേ? അല്ല, 1 ചൂൺ താഴെ അല്ലേ? അല്ല, 1 ചൂൺ താഴെ എന്നല്ല. ഇവിടുന്ന് ഇപ്പം നമ്മൾ LU2 കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് 6 ചൂൺ ലാറ്ററൽ സൈഡിൽ, എന്നിട്ട് അതിൻ്റെ 1 ചൂൺ എടുക്കുക താഴേക്ക്. എന്നിട്ട് ആ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള ഏരിയ എടുക്കണം. ചിലപ്പോൾ എക്സാക്ട് ആ 1 ചൂൺ 2ൻ്റെ നേരെ 1 ചൂൺ താഴെയല്ല, സ്വല്പം ഒരു 15 ഡിഗ്രി ടു 45 ഡിഗ്രിയുടെ കുറച്ചൊരു മാറിയിട്ടാണ് LU1 ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, ഞാൻ കാണുന്നുണ്ടാവും. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് വരുന്ന പെയിൻഫുൾ ഏരിയയാണ് LU1. ചൂണിന് അവിടെ പ്രയോറിറ്റി സെക്കൻഡറിയേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ കുഴിയിൽ നിന്നും 1 ചൂൺ താഴെ സ്റ്റെർണം ഹെഡ് ഉണ്ട്, അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് 6 ചൂൺ പോവുക. അപ്പോൾ 6 ചൂൺ എന്ന് പറയുമ്പോൾ 6 ചൂണിന് 1 ഫിംഗർ വിഡ്ത്തും കൂടി കൂടുന്ന സ്ഥലത്താണ് ശരിക്കും പറഞ്ഞാൽ പെയിൻഫുൾ കിട്ടുന്നത്. അതാണ് LU1 പ്രാക്ടിക്കലായിട്ട് പറയുന്നത്. പക്ഷേ നിങ്ങൾ എഴുതുമ്പോൾ LU2 എന്ന് 1 ചൂൺ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഫസ്റ്റ് ഇന്റർ കോസ്റ്റൽ സ്പേസിലാണ് വരുന്നത്. 1ാമത്തെയും 2ാമത്തെയും വാരിയലുകൾക്ക് നടുവിലായിട്ട് വരും. മറ്റേ ചെസ്റ്റിൻ്റെ മധ്യഭാഗത്തു നിന്നും 6 ചൂൺ ലാറ്ററലായിട്ടാണ് ഈ പോയിന്റ് ഉള്ളത്. നിങ്ങൾക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ നോക്കിയാൽ തന്നെ, എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും, ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം. ഓക്കെ, ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ഏരിയ. പെയിൻ മസ്റ്റ് ആണോ? പെയിൻ ലങ്ങിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു എനർജി ഇംബാലൻസ് ഉണ്ടെങ്കിൽ അവിടെ പെയിൻ ആയിട്ട് കാണും. നമുക്ക് ഫിസിക്കലി കാണണം എന്നൊന്നുമില്ല. നമുക്ക് ചെറിയ കഫം ഉള്ളിൽ ഫോർമേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്, വാക്കിംഗ് ഇല്ല, ഓടുന്നില്ല, വെറുതെ പെന്നമായി ഇരുന്ന് പണിയെടുക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു ചെറിയൊരു പെയിൻ കാണും. കാരണം ഇത് മറ്റേ ലങ്ങിൻ്റെ ഫ്രണ്ട് മൂവ് പോയിന്റ് ആണ്, അലാറം പോയിന്റ് ആണ്. അതുകൊണ്ട് ലങ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിലും ആദ്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണത്. അതുകൊണ്ട് ലങ് വീക്കാണെന്നുള്ള അർത്ഥമല്ല, എനർജിയിൽ ചെറിയൊരു ഇംബാലൻസ് ഉണ്ടെന്ന് അർത്ഥം. ക്ലിയർ ആയോ? ഹലോ. അപ്പോൾ LU1 ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏത് ക്ലാസിഫിക്കേഷനിലാണ് ഇത് വരുന്നതെന്നാണ്. അപ്പം ഫ്രണ്ട് മൂവ് പോയിന്റ് ആണ് ലങ്ങിൻ്റെ. ഓക്കെ, അവിടെ തൊടുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടെങ്കിൽ ലങ്ങിൽ എനർജി ചെറിയൊരു ഇംബാലൻസ് ഉണ്ട് എന്നുള്ളത്. ദ ക്രോസിംഗ് പോയിന്റ് ഓഫ് ദ ലങ് ആൻഡ് സ്പ്ലീൻ മെറീഡിയൻ, ഈ സ്ഥലത്ത് കൂടിയിട്ടാണ് ലങ് മെറീഡിയനും സ്പ്ലീൻ മെറീഡിയനും കൂടി ക്രോസ് ആയി പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് സ്പ്ലീനിനെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ക്ലിയർ? ഇതിൻ്റെ പൊതുവെ അത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഫങ്ഷൻസ് ആണ്.
പക്ഷേ നമ്മൾ ആ ബുക്കുകളൊക്കെ മോഡേൺ മെഡിസിൻകാരുടെ എഴുതിയത്. അപ്പോൾ അവർക്ക് ഇൻഡിക്കേഷൻ പ്രാധാന്യം കൂടുതലുള്ളതുകൊണ്ട് ഇൻഡിക്കേഷൻസിന് ആദ്യം ഇട്ടു. നമുക്ക് ഫങ്ഷനാണ് പ്രയോറിറ്റി. എന്താണ് ചെയ്യുന്നത്? ഡിസ്പേഴ്സ് ഹീറ്റ് ഫ്രം ദ ചെസ്റ്റ് ആൻഡ് സ്റ്റോപ്സ് കഫ്. ചുമ കുറയാൻ വളരെ നല്ല പോയിൻ്റാണ് ഈ LU1. ചുമയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലയൻസിനോട് ഇവിടെ മസാജ് ചെയ്യാൻ പറയാം, നീഡിൽ ചെയ്യാൻ പറയാം, മോക്സ കാണിക്കാൻ പറയാം. ഓക്കെ, ഇതങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ സീഡ്സോ അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവിടെ സീഡ്സ് വെക്കാൻ പറയാം. ഇതെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഡിസ്പേഴ്സ് ഹീറ്റ് ഫ്രം ദ ചെസ്റ്റ് റീജിയനിലുള്ള ഹീറ്റ്. അപ്പോൾ മറ്റേ ഈ സമയത്ത് ഇപ്പോൾ വന്നിട്ട് ക്ലൈമറ്റ് വളരെ ഹീറ്റാണ്. ഈ സമയത്ത് വരുന്ന ഒട്ടുമിക്ക ചുമ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിനും ഇവിടെ അവരോട് മസാജ് ചെയ്യാൻ പറയുകയോ അവിടെ നീഡിലിടുകയോ ചെയ്തു കഴിഞ്ഞാൽ നിറയെ മാറ്റം ഉണ്ടാവും. ഓക്കെ, ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം? റെഗുലേറ്റ്സ് ആൻഡ് ഡിസെൻസ് ലങ്ചീനെ എക്സസൈസ് നിൽക്കുന്നതിനെ താഴോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റും കൂടിയിട്ടാണ് ഇത്. ഹീറ്റ് റിലീസ് ആകുമ്പോൾ യാങ് കുറയുമ്പോൾ ഇന്നിന് സപ്പോർട്ട് കിട്ടും. സോ ലങ്ചി ഡിസെൻഡഡ് ആവും. ഓക്കെ, ക്ലിയർ ആണോ? ഇൻഡിക്കേഷൻസ് എന്തിനൊക്കെയാണ്? ചുമയ്ക്ക് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്, വീസിങ്ങിന് നല്ലതാണ്, ചെസ്റ്റ് പെയിന് നല്ലതാണ്. പ്രത്യേകിച്ച് എക്സസ് കണ്ടീഷൻ ആയിട്ടുള്ളതിനാണെങ്കിൽ വളരെയേറെ നല്ല പോയിന്റാണ്. ഷോൾഡർ ആൻഡ് ബാക്ക് പെയിന് പാടില്ല എന്നല്ലേ പറയുന്നത്? ഇവിടെ പോയിന്റ് ചെയ്യുമ്പോൾ പ്രഷറാണ് നീഡിൽ ചെയ്യരുത് എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല സാർ, അത് ആക്ച്വലി വന്നിട്ട് ഡീപ്പ് നീഡ്ലിംഗ് ചെയ്യേണ്ടെന്നാണ് പറയാ. സുജോക്ക് നീഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഹാഫ് ചൂൺ നീഡിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് ഡെപ്തിലേക്ക് കൊണ്ടുപോകണ്ട. ഓക്കെ, പേഴ്സണൽ ആയിട്ടാണെങ്കിൽ ഞാൻ വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേനെ. ഇത് നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ലേ, അപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷെ ഡോണ്ട് ഡു ഡെപ്ത് നീഡ്ലിംഗ് നിങ്ങൾ ചെയ്യണ്ട. സുജോക്ക് നീഡിൽ കൊടുക്കാമല്ലോ അല്ലേ? സുജോക്ക് നീഡിൽ ധൈര്യമായിട്ട് ഫുൾ ആയിട്ട് തന്നെ കൊടുക്കാം. ഹാഫ് ചൂൺ നീഡിലാണെങ്കിൽ കുറച്ചൊന്ന് ഇൻസെർട്ട് ചെയ്താൽ മതി. ഇത് ഓൺ ദ സ്കിൻ. എന്താ സാർ? തടി കൂടിയ ആൾക്കാരാണെങ്കിൽ ഹാഫ് ചൂൺ വരെ കൊടുക്കാൻ കുഴപ്പമില്ല. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് ഡീപ്പിൽ ചെയ്യേണ്ട, ബോണിന്റെ ഏരിയ കഴിഞ്ഞ് പോകണ്ട, അത്രയേ ഉള്ളൂ. മോക്സ കാണിക്കാം, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും ഇവിടെ. അബ്ഡമിനൽ ഡിസ്റ്റൻസ്, അതായത് അബ്ഡമിനലായുള്ള ബുദ്ധിമുട്ടുകൾ, ഓക്കെ, അത് മുറുകിയിട്ടുണ്ട്, വീർത്തിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. കാരണം സ്പ്ലീനും കൂടെ ക്രോസ് ചെയ്യുന്ന പോയിന്റ് ആയിട്ട്. ക്ലിയർ ആണോ ഈ പോയിന്റ്സ്? യെസ് സാർ, ക്ലിയർ ആണ്. ഇവിടെ അധികം പഴയ ആൾക്കാരൊക്കെ ബാം എടുത്തിട്ട് പിന്നെ തടവുന്നതാണ് അവിടെ അല്ലേ? അവർക്ക് അന്ന് തന്നെ അറിയാം, നമുക്കാണ് അറിയാത്തത്, അതുകൊണ്ടാണ്. ഓക്കെ, മോക്സ കാണിക്കുന്നത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ലൊക്കേഷൻ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നുണ്ടാവും. ഓക്കെ, LU2 എന്നുള്ളത് കുഴിയിൽ നിന്നും 6 ചൂണാണ്. നോക്കൂ, LU2വിന്റെ നേരെ താഴെയല്ല LU1 മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതേ ചിത്രത്തിന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയ LU2 1 ചൂൺ നേരെ താഴേന്ന് എഴുതിയിട്ടുണ്ടാവും. മനസ്സിലാണ്ടോ? അങ്ങനെ എഴുതുന്നതിന് ചില പരിമിതികളുണ്ട്. അപ്പൊ ആ പരിമിതിയാണ് നമ്മൾ അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവര് മാർക്ക് ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്. LU2 നേരെ താഴെ 1 ചൂണിലല്ല LU1 മാർക്ക് ചെയ്തിരിക്കുന്നത്, സ്ലൈറ്റ്ലി കുറച്ചുകൂടി തള്ളിയിട്ടാണ്. അപ്പോൾ ആ 6 ചൂണിൽ നിന്ന് ഒരു ഫിംഗർ വിഡ്ത്തും കൂടി ചേരുമ്പോഴാണ് LU1 വരിക. അത് നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ തന്നെ മെഷർ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരുടെങ്കിലും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എഴുതിയ കാര്യങ്ങൾ ആസ് സച്ച് വിശ്വസിക്കരുത്, മറിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റേ ഇവർ പിക്ചറിൽ നോക്കുക എത്ര പെർഫെക്റ്റ് ആയി കൊടുത്തിരിക്കണമെന്ന്. എല്ലാ പിക്ചറിലും ചിലപ്പോൾ പെർഫെക്റ്റ് ആയി കൊടുക്കില്ല. പക്ഷെ നമ്മുടെ ശരീരം നമ്മളോട് നുണ പറയില്ലല്ലോ, സത്യമല്ലേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ലോജിക്കലി കൂടി തിങ്ക് ചെയ്യണം. അപ്പം അന്ന് പറഞ്ഞപ്പോൾ പറയാൻ എളുപ്പം അങ്ങനെയാണെന്ന്. TCM എന്ന് ചൈനീസ് അറിയാത്ത ആൾക്കാരും ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാരും കൂടെ പോയിരുന്ന് ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചെഴുതുന്ന സമയത്ത് വരുന്ന ചില ഫാൾട്ടുകൾ ഉണ്ടാവും. ഓക്കെ, ഞാനീ പറയുന്നത് കൂടുതലും നിങ്ങളുടെ ക്ലിനിക്കലി കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾക്ക് ഇത്ര പ്രാവശ്യം ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളൊരു പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് LU2 1 ചൂൺ താഴെ, അല്ലെങ്കിൽ 1 ചൂൺ താഴേന്ന് ലെഫ്റ്റ് സൈഡിലേക്കോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കോ 6 ചൂൺ മാറി എഴുതിയാൽ മതി. ഓക്കെ ആണോ? ചില
കാര്യങ്ങൾ നോട്ട്സായി ഇടുന്നത് ഇത് പ്രത്യേകത്ത് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് പറയണമെന്നുള്ളത്. ഓക്കെ, LU1 ബീങ് എ ഫ്രണ്ട് മൂവ് പോയിന്റ്, നമ്മൾ പറഞ്ഞു ഇതൊരു അലാറം പോയിന്റ് ആണ്, ഫ്രണ്ട് മൂവ് പോയിന്റ് ആണ്, ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് യൂസ്ഡ് ഇൻ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ലങ് ഡിസീസ്. എല്ലാ അലാറം പോയിന്റുകളും നമുക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പിങ്ങിൽ വരുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയഗ്നോസിസിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന പോയിന്റാണ്. പ്രത്യേകിച്ച് ബാക്ക് ഷൂ പോയിന്റ്സും ഫ്രണ്ട് മൂവ് പോയിന്റ്സും വന്നിട്ട് നമുക്ക് ഡയഗ്നോസിസിന് യൂസ് ചെയ്യാൻ പറ്റും. ആ പോയിന്റ് നിങ്ങൾക്ക് തന്നെ ഇരുന്നിട്ട് നിങ്ങളുടെ എനർജി, ലങ്ങിൻ്റെ എനർജി പെർഫെക്റ്റ് ആണോ, 10 ഔട്ട് ഓഫ് 10 ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വേദന ഇല്ല എങ്കിൽ നിങ്ങൾക്ക് 10ൽ 10 മാർക്കുണ്ട്. അങ്ങനെയല്ല 10 അവിടെ ഒരു വേദനയുണ്ട്, ചെറുതായിട്ട് ഒരു ഉള്ളിലൊരു കുത്തൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുത്തൽ എത്ര കൂടുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് പെയിൻ എത്രത്തോളം കൂടുന്നുണ്ടോ അത്രയും മാർക്ക് കുറയ്ക്കാം. സോ അപ്പോൾ നിങ്ങൾ അതിനെ അങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് എന്തോ വേണ്ടത് വെച്ചാൽ ചെയ്യാം. ആ പോയിന്റ് ട്രീറ്റ്മെൻറ്റിനും കൂടെ ഉപയോഗിക്കാവുന്ന പോയിന്റാണ്. അവിടെ നിങ്ങൾക്ക് മസാജ് ചെയ്യാം, ക്ലോക്ക് വൈസ് ചെയ്യാം, ഓക്കെ, മറ്റേ പമ്പിങ് പ്രസ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. പൾമിനറി ട്യൂബർകുലോസിസ് ആൻഡ് ബ്രോണിക്കൽ ആസ്മ പേഷ്യൻസ് ഓഫൻ ഹാവ് എ സെൻസിറ്റീവ് റിയാക്ഷൻ അറ്റ് ദിസ് പോയിന്റ്. അതായത് ലങ് റിലേറ്റഡ് ആയിട്ട് സിവിയർ ആയിട്ട് ഇഷ്യൂ, ആസ്മയാണെങ്കിലും ശരി, TB ഒക്കെ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിലും ശരി, അതല്ലെങ്കിൽ എനർജി ഇംബാലൻസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും തന്നെ ഇവിടെ നിങ്ങൾക്ക് തൊടുമ്പോൾ തന്നെ ആ വേരിയേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡ്യൂ ടു ഇറ്റ് ബീയിങ് ദ ക്രോസിംഗ് പോയിന്റ് ഓഫ് ദ ലങ് ആൻഡ് സ്പ്ലീൻ മെറീഡിയൻസ്, ദിസ് പോയിന്റ് ക്യാൻ ബി യൂസ്ഡ് ടു സ്ട്രെങ്തൻ ദ സ്പ്ലീൻ. അതായത് സ്പ്ലീന് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കൂടിയിട്ടും നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. റെഗുലേറ്റ് ദ ചി ആൻഡ് ട്രീറ്റ് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ. അതായത് വയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് ഇവിടെ ട്രീറ്റ് ചെയ്താൽ മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ ആരെയും കൂടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, സ്പ്ലീനിനെ കൂടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെയും ചിയും കൂടി റെഗുലേറ്റ് ആവുന്നതുകൊണ്ട് ഈ സ്പ്ലീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് മാറാനും ഇത് നല്ലതാണ്. റെഗുലേറ്റ് ദ ചി ആൻഡ് ട്രീറ്റ് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഫോർ മോർ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഓൺ ബാക്ക് ഷൂ ആൻഡ് ഫ്രണ്ട് മൂവ് പോയിന്റ്സ്. അതായത് നിങ്ങൾ ഫ്രണ്ട് മൂവ് പാൻറ്റും ബാക്ക് ഷൂ ഒക്കെ പോയിന്റ് ഉപയോഗിക്കുന്ന സമയത്ത് അതെന്തിനൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ ഇൻഡിക്കേഷൻസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് വളരെയേറെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പോയിന്റാണ്. കാരണം ഇവിടെ ട്രീറ്റ് ചെയ്യാം, ഡയഗ്നോസ് ചെയ്യാനൊക്കെ ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അപ്പോൾ പൊതുവേ വന്നിട്ട് നീഡ്ലിങ്ങിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഒബ്ലീക്കായിട്ട് ചെയ്യാം, ടുവേർഡ്സ് ദ ലാറ്ററൽ ആസ്പെക്ട്സ് ഓഫ് ദ ചെസ്റ്റ്. അതായത് മറ്റേ സൈഡിലേക്ക് ചരിഞ്ഞിട്ട് നിങ്ങൾക്ക് നീഡിൽ ചെയ്യാം. 0.5 ചൂൺ ടു 0.8 ചൂൺ വരെ ചെയ്യാം. ഡീപ്പായിട്ടുള്ള ഇൻസ്റ്റലേഷൻ ചെയ്യണ്ട. അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് നേരെ 90 ഡിഗ്രിയിൽ കുത്തുന്നത് അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ വശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഔട്ട് സൈഡിലേക്ക്, ആൻറ്റീരിയർ സൈഡിലേക്ക് നോക്കി നിങ്ങൾക്ക് നീഡിൽ ചെയ്യുന്നത് സേഫാണ്. ഓക്കെ, പെർപെൻഡിക്കുലറായിട്ട് ഇടരുത്. അത് ചിലപ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ലങ്ങിൽ ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നീഡിൽ ചെയ്യാൻ പാടില്ല എന്നല്ല അവിടെ പറയുന്നത്. ഡീപ്പ് നീഡിലിംഗ് പ്രത്യേകിച്ച് പെർപെൻഡിക്കുലർ ആയിട്ട് ചെയ്യേണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ചരിച്ചു കൊടുക്കാം. അതും ആൻറ്റീരിയർ സൈഡിലേക്ക്, അതായത് കൈകളുടെ വശത്തേക്ക് നോക്കിയിട്ട് വളരെ ചരിച്ചിട്ട്, അതായത് ഒരു 15 ഡിഗ്രി ഓളമൊക്കെ ചരിച്ച് നിങ്ങൾക്ക് ഇടാം. ഓക്കെ, അടുത്തത് ലങ് 2 എന്നുള്ള പോയിന്റാണ്. ഓൺ ദ അപ്പർ ലാറ്ററൽ ആസ്പെക്ട്സ് ഓഫ് above the acromotia scapula in the depression below the acromial end of the clavicle 6 June from the midline of the chest. നമ്മൾ ആൾറെഡി LU1 പഠിക്കുന്ന മുമ്പ് LU2 പഠിച്ചത്, പക്ഷെ എന്നാലും ഞാനത് വായിച്ചു എന്ന് മാത്രം. അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഗുലേറ്റ്സ് ആൻഡ് ഡിസെൻസ് ലങ് ചി. എങ്ങനെയാണോ LU1 ഹീറ്റിനെ റെഡ്യൂസ് ചെയ്ത് ലങ് ചീനെ ഡിസെൻഡ് ചെയ്യുന്നത്, എക്സസ് കണ്ടീഷനെ അല്ലെങ്കിൽ ഹീറ്റ് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കുറച്ച് താഴോട്ട് വിടാം. ഹീറ്റ് ആകുമ്പോൾ എപ്പോഴും അപ്വേർഡാണ് പോവുക. അപ്പോൾ ഹീറ്റ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ആണെങ്കിൽ അതിനെ കുറയ്ക്കാൻ നിങ്ങൾക്ക് LU1ഉം LU2ഉം നല്ലതാണ്. അതേമാതിരി ചെസ്റ്റിലെ ഫുൾനെസ് ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. അതേമാതിരി ചുമയ്ക്ക് നല്ലതാണ് LU1ഉം LU2ഉം. അപ്പോൾ ആ ഭാഗം മുഴുവനും നിങ്ങൾ മോക്സ കാണിക്കുകയോ നീഡിൽ ചെയ്യുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതും അതേമാതിരി തന്നെ പെർപെൻഡിക്കുലറായിട്ട് നീഡിൽ ചെയ്യേണ്ട, ചരിച്ച് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇൻഡിക്കേഷൻസ് നമ്മൾ നമ്മള് മോക്സ വെക്കുന്നില്ല, അപ്പൊ അതിന്റെ പുക നമ്മൾ ശ്വസിക്കുന്നത് നല്ലതാണോ, മോശമല്ലേ? അത് വന്നിട്ട് ആക്ച്വലി നമ്മളിവിടെ തുളസി എന്ന് പറയുന്നതിന് തുല്യമായിട്ട് അവിടെയുള്ള ചെടിയുടെ ഒരു ഇലയാണ്. പ്രശ്നമല്ലേ? പുകയുള്ള മോക്സയാണ് നല്ലത്. അതിനൊരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട്.
പക്ഷെ ഒരുപാട് ചില ആളുകൾക്ക് എന്നിട്ട് ഭയങ്കര ചുമയുണ്ടാവും. അങ്ങനെ ചുമയുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ ലങ്ങിനകത്ത് കഫമുള്ള ആളുകളായിരിക്കും. അതല്ലാണ്ട് അതിനെ നേരിട്ട് നിന്നിട്ട് നമ്മൾ ഒരുപാട് ശ്വസിക്കണ്ട. മണം പോവാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? അതെ നമ്മുടെ റൂമില് പിന്നെ ഉപയോഗിച്ചാല് ചിലർ ചോദിക്കും സിഗരറ്റ് വലിച്ചിട്ടുണ്ടോ. അല്ല, അങ്ങനെയല്ല, അതിന് കഞ്ചാവിന്റെ സ്മെല്ലാണെന്ന് ചിലർ പറഞ്ഞ് എൻ്റെ അടുത്ത്. കഞ്ചാവിന്റെ സ്മെല്ലാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്സ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾക്ക് അവിടെ നിന്ന് ചൂടാക്കണം, അല്ലേ? അപ്പോൾ ഒന്നില്ലെങ്കിൽ ഹോട്ട് ബാഗ് ഉപയോഗിക്കാം നിങ്ങൾക്ക്, പോരെ? മോക്സ ഒരു ഹെർബൽ മെഡിസിൻ കൂടിയല്ലേ സാർ? ആണ്. ഈ മണം പറ്റില്ല, സിഗരറ്റിന്റെ സ്മെല്ലാണ്, ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തൽക്കാലം നിങ്ങൾക്ക് ചൂട് അപ്ലൈ ചെയ്യണം. ആ ചൂട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹോട്ട് ബാഗ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ മോക്സയിൽ ഇപ്പൊ വന്നിട്ട് പുകയില്ലാത്ത മോക്സ വരുന്നുണ്ട്, അത് ഉപയോഗിക്കാം. പുകയില്ലാത്ത പിന്നെ മോക്സൊക്കെ ഈ പറയുന്ന മെഡിസിനൽ പ്രോപ്പർട്ടി കുറവല്ല, അതിന്റെ അകത്തൊന്നും അങ്ങനെയല്ല, ഒരു തടിച്ച പോലെ കാണുന്നേ. അതെ, അങ്ങനെയല്ല, അത് മറ്റേ മെഡിസിനൽ പ്രോപ്പർട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്മെല്ല് കിട്ടിയേ പറ്റുള്ളൂ. മെഡിസിനൽ പ്രോപ്പർട്ടി അവിടെ ഫംഗ്ഷൻ ആവില്ല, മറിച്ച് അവിടെ ഹീറ്റ് വർക്ക് ആവും. ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഞ്ചി ഇല്ലേ, ഇഞ്ചി സ്ലൈസ് ചെയ്ത് അവിടെ ഒട്ടിക്കാം. സുജോക്കിന്റെ കറസിൽ ഇഞ്ചി വെക്കാം. അതല്ലെങ്കിൽ നേരെ LU1 LU2 അവിടെ ഇഞ്ചി വെക്കാം. അതും വർക്കാവും അവിടെ. അങ്ങനെയല്ല സാർ, ഇപ്പൊ നമുക്ക് ഇത് പുക നമുക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കുന്നതിൽ വിരോധമില്ല. ഈ പുക പ്രശ്നം പേടിച്ചിട്ടാ. അങ്ങനെ പുക പ്രശ്നമുള്ളവർ ഇങ്ങനത്തെ ചെയ്തോളൂ. ഹോട്ട് ബാഗ് ഉപയോഗിക്കാം. മറ്റേ പുക വരാത്ത മോക്സ ഉണ്ട്, അത് ഉപയോഗിക്കാം. പിന്നെ കുരുമുളക് അവിടെ ഒട്ടിക്കാം, നന്നായി വർക്ക് ചെയ്യും. ഇഞ്ചി സ്ലൈസ് ചെയ്ത് വെച്ചൊട്ടിക്കാം, അത് വർക്കാവും. ഓപ്പർച്യൂണിറ്റി പ്രകൃതിയിൽ കൂടുതലുണ്ട്. ഇന്ന് തന്നെ ചെയ്യണമെന്നില്ല. മസാജ് ചെയ്യാൻ പറയാം അവരോട്, അല്ലെങ്കിൽ ഒരു കിഴി കെട്ടിയിട്ട് ആ കിഴീനെ ചൂടാക്കി വെക്കാൻ പറയാം, അല്ലെങ്കിൽ ഒരു കിഴി ഉപ്പിട്ടിട്ട് ആ ഉപ്പിനെ ദോശക്കല്ലിലോ മറ്റേ ചൂടാക്കിയിട്ട് ആ കിഴി പോലെ അവിടെ വെക്കാൻ പറയാം. എത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കപ്പിങ്ങിന് നല്ല റിസൾട്ട് ആണ് അവിടെ. കപ്പിങ് ചെയ്യാം. നിങ്ങൾ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ യുക്തിക്ക് വിടുന്നു. ഓക്കെ, കാരണം N നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്, ഏത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേഷൻസ് കഫിന് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്, പെയിൻ ഇൻ ദ ചെസ്റ്റിന് നല്ലതാണ്, പെയിൻ ഇൻ ദ ഷോൾഡർ ആൻഡ് ബാക്ക്. നമ്മൾ നേരത്തെ വായിച്ചതിന് എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. LU1 ആൻഡ് LU2 അടുത്തടുത്ത പോയിന്റ് ആയതുകൊണ്ട് ആൾമോസ്റ്റ് എല്ലാത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സമയമായ പറയണ കേട്ടോ, എൻ്റെത് മറ്റേ സ്ക്രീനിൽ നിങ്ങളുടെ മറ്റേ 2-3 പേരുടെ മുഖവും ഇത് മാത്രമേ കാണുന്നുള്ളൂ, സമയം കാണുന്നില്ല. എൻ്റെ വാച്ച് നിന്നിരിക്കുകയാണ്, അതുകൊണ്ട് അറിയില്ല. LU2 എന്നുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ. ലൊക്കേഷൻ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നതാണ് പോയിന്റ്. LU1 അപ്രോക്സിമേറ്റ്ലി 1 ചൂൺ മുകളിൽ. ഓക്കെ, ഇനി LU3 എന്നുള്ള പോയിന്റ് ആണ്. ഓക്കെ, LU3 എന്നുള്ളത് അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. നമ്മുടെ ബൈസെപ്സ് മസിൽസിൻ്റെ, അതായത് നമ്മുടെ കൈയിൻ്റെ ഷോൾഡറിൻ്റെ അവിടെയുള്ള മസിൽ ഒരു ഫോർമേഷൻ കഴിഞ്ഞിട്ട് കൈയൊന്ന് ചെറുതായിട്ട് പിന്നെ മസിൽസ് ഏരിയ തുടങ്ങും. സോ അതിൻ്റെ അപ്രോക്സിമേറ്റ്ലി, അതായത് നമ്മുടെ ആം പിറ്റ് മടക്കി വെക്കുന്ന സമയത്ത് ആ ആം പിറ്റിൻ്റെ അവിടുന്ന് നേരെ ഒരു വര നമ്മളുടെ കൈ ബൈസെപ്സ് മസിൽസിലേക്ക്, അല്ലെങ്കിൽ ആ പൊന്തി നിൽക്കുന്ന മസിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് 3 ചൂൺ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ചുമയുള്ള ആളുകളോ അല്ലെങ്കിൽ എന്നെ ഈ LU1 പെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ പതുക്കെ ഇവിടെ പ്രസ് ചെയ്ത് നോക്കുക. ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങളുടെ ബോണിനോടുകൂടി ചേർന്നിട്ട് ബൈസെപ്പ് മസിൽസ് തുടങ്ങുന്ന ഭാഗത്ത് ഒരു ഭാഗത്ത് മാത്രം നോക്കിയേ ഒന്ന് 3 ഷാർപ്പ് പെയിൻ കാണും. ഒരു ചെറിയൊരു ബോൾ അവിടെയുള്ള പോലെ കാണുന്നുണ്ടോ ആർക്കെങ്കിലും? നമ്മുടെ മൂക്ക് വെച്ച് ടച്ച് ചെയ്യുന്ന സ്ഥലമല്ലേ സാറ്? പിടിച്ചിട്ട് മൂക്ക് വെച്ച് ടച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഇതല്ലേ? നിങ്ങളുടെ കൈ ആ മെറീഡിയനിലൂടെ ഓടിക്കുമ്പോ ആദ്യം തോന്നുന്ന പെയിൻ പോയിന്റ് ആരാണ് ഇവിടെ? അബ്ദുൽ സാർ പറഞ്ഞ പോലെ നിങ്ങളെ കൈയിനെ പൊന്തിച്ചിട്ട് മൂക്ക് കൊണ്ട് തൊട്ടാലും ആ ലൊക്കേഷൻ കിട്ടും. നേരെ കൈ കൊണ്ടുവന്ന് നേരെ കൈനെ അങ്ങനെ പൊന്തിച്ച് മൂക്കിലേക്ക് തട്ടിക്കുക. പെയിൻ ഇല്ലെങ്കിൽ നന്നായി.
സാർ ഇപ്പൊ 2 പോയിന്റ് രണ്ടിന് പെയിന് വരുന്നില്ല അല്ലേ? വെരി ഗുഡ്. അപ്പൊ നല്ലതല്ലേ, നിങ്ങൾക്ക് ലങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ഇല്ല എന്ന് അനുമാനിക്കാം. എനിക്ക് കഫക്കെട്ട് ഉണ്ട് ഓൾറെഡി. പെയിൻ അപ്പൊ പെയിൻ വരുന്നില്ല. LU1-ലും LU2-ലും LU3-ലൊക്കെ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും. പെയിൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ നിങ്ങളൊരു ക്ലയന്റ് വരുന്നു, നിങ്ങളുടെ ഈ LU3-ൽ പ്രസ് ചെയ്യണോ അല്ലെങ്കിൽ LU2-ൽ പ്രസ് ചെയ്യണോ, നിങ്ങൾ ആ വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിങ്ങളുടെ ലഗില് എനർജി ഇംബാലൻസ് ഉണ്ടെന്ന്. എളുപ്പമല്ലേ? സൂചി ഉപയോഗിക്കുന്ന പേടിയുണ്ടെങ്കിൽ ഈ LU1, LU2, LU3 ഏതിലാണോ ഏറ്റവും കൂടുതൽ വേദന അവിടെ ഒരു കുരുമുളക് ഒട്ടിക്കുക, അതല്ലെങ്കിൽ ഒരു ഇഞ്ചിയുടെ സ്ലൈസ് ഒട്ടിക്കുക, അതല്ലെങ്കിൽ മസാജ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ചൂടാക്കാം, നീഡിൽ ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. കുരുമുളക് ഒന്ന് മതിയോ? ചെറുതല്ലേ, 3-4 ഒട്ടിക്കേണ്ടി വരും. എന്തിനാണ്? ഒരു എക്സാക്ട് പോയിന്റിൽ ഒരെണ്ണം ഒട്ടിച്ചാൽ മതി. ഓക്കെ. അപ്പൊ മനസ്സിലായില്ലെങ്കിൽ സാർ അല്ല, പോയിന്റ് കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ 2-3 ഒരുമിച്ച് വേണ്ട, ഒറ്റ മതി. മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലങ്ങളാണ്. ആ പോയിന്റ് തന്നെ പറയും, അയ്യോ ഞാൻ ഇവിടെ ഉണ്ടേന്ന്. പിന്നെന്താ? ഇപ്പൊ ക്ലാസ്സിൽ എനിക്ക് 2 പേരെ പേര് കൺഫേം ആയി. ഒന്ന് അബ്ദുൽ ഖാദർ സാറുടെയും ജമീല മാം. സാർ അബ്ദുൽ ഖാദർ തന്നെയല്ലേ? അബ്ദുൽ മാത്രമേ എനിക്ക് കാണുന്നുള്ളേ. രണ്ടാഴ്ച സാറ് സംസാരിക്കുന്നുണ്ട്, ജമീല മാം സംസാരിക്കുന്നുണ്ട്. ഈ 2 പേര് എനിക്കിനി മറന്നുപോയില്ല. കാരണം നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശബ്ദത്തിലൂടെ പറയുന്നുണ്ട്. അതേമാതിരി ആ പോയിന്റും പറയും. അപ്പൊ ക്ലാസ്സിൽ നല്ല കുട്ടികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ജമീലയുടെ പേരും അബ്ദുൽ ഖാദർ സാറുടെ പേരും വരും. പിന്നെ കഴിഞ്ഞ ആഴ്ച വരെ ഒരാളും കൂടെ ഇൻവോൾവ് തന്നെ, അവരുടെ പേര് മനസ്സിലായിട്ടില്ല. ഓക്കെ. സോ ഈ 3 പേരുടെ ഫോട്ടോ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവർ ക്ലാസ്സിൽ വരുന്ന ആളുകളാണെന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവരെ എനിക്കറിയില്ല. എന്തുകൊണ്ടാ? ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നത് പോലെ ആ പോയിന്റിന് ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് പറയും, ഞാൻ ഇവിടെ ഉണ്ടെന്ന് തൊടുമ്പോൾ പറയും. അതാണ് ആ വേദന. The pain is a language spoken by the internal body to communicate with the external body. നമ്മുടെ ഈ ശബ്ദം ഇതൊക്കെ വന്നിട്ട് എക്സ്റ്റേണലി കേൾക്കുന്നതാണ് അല്ലേ? നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ളിലുള്ള ശബ്ദങ്ങൾ കേൾക്കാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഹാർട്ട് പമ്പ് ചെയ്തിട്ട് നമ്മളുടെ കാലിൻ്റെ തള്ളവിരലിൻ്റെ അറ്റം വരെയും തലയുടെ ഏറ്റവും മുകളിൽ വരെയും പമ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇത്ര എനർജി ഫ്ലോ വരുന്നുണ്ട്. ഇതിനൊന്നും ശബ്ദം നമുക്ക് കേൾക്കുന്നില്ല. എന്താ കേൾക്കണത്? ഉള്ളിലുള്ള ശബ്ദം കേൾക്കാനുള്ള കഴിവ് കാതിനില്ല, അതിന് എക്സ്റ്റീരിയർ കേൾക്കാനുള്ള കഴിവേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ വേദന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ ബോഡി ടു ഇൻഫോം യു ദാറ്റ് ഇറ്റ് നീഡ്സ് സം സപ്പോർട്ട്. അത്രേ ഉള്ളൂ. ഓക്കെ. സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ LU1 LU2 ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് ആണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് LU11 to LU5 വരെ പഠിക്കുന്നത്? അത് വന്നിട്ട് LU11 to LU5 എന്ന് പറയുന്നത് ബോഡിയും നമ്മുടെ പ്രപഞ്ചവും അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന പോയിന്റ് ആയതുകൊണ്ട് അതിന് പ്രാധാന്യം കൂടുതലുണ്ട്. ആ പ്രാധാന്യം കൂടുതലുള്ളതുകൊണ്ട് ബാക്കിയുള്ള പോയിന്റിന് പ്രാധാന്യമില്ല എന്നാണ് അർത്ഥം. ഇപ്പം ഞാൻ ഇത്ര നേരം സംസാരിക്കുമ്പോൾ അബ്ദുൽ ഖാദർ, ജമീല എന്നുള്ള 2 പേരാണ് ഉപയോഗിച്ചത്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല എന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി മാത്രമാണോ ക്ലാസ് എടുക്കുന്നത്? അല്ല. അതേമാതിരിയാണ്. അപ്പോൾ ഈ പോയിന്റ്സ് നമ്മുടെ മുട്ടും കൈയിനും മുട്ടും കാലിനും ഇന്നത്തെ രീതിയിലാണ് ഈ ഡ്രസ് കോഡൊക്കെ ഇങ്ങനെ ആയത്, ഇല്ലേ? ആണോ അല്ലയോ? ഈ ഒരു 10 കൊല്ലം മുമ്പ് വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ജീൻസും മറ്റുമൊക്കെ ഇത്ര ഫുള്ളായിട്ട് ഇടാറുണ്ടോ? ഇല്ലല്ലോ. ആണുങ്ങൾ പോലും ഹാഫ് കൈ ഷർട്ടും അല്ലേ, മുണ്ട് മടക്കി കുത്തിയിട്ടും ലുങ്കി മടക്കി കുത്തിയിട്ടും ഒക്കെ അല്ലേ നമ്മൾ ഉണ്ടായിരുന്നത്. എൻ്റെ ഇവിടെ ചെറുപ്പകാലങ്ങളിൽ ഒട്ടുമിക്ക സ്ത്രീകൾ പോലും അങ്ങനെ തന്നെയായിരുന്നു. വീടുകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഫുള്ളായിട്ടല്ല ഇടുന്നത്. അവരുടെ പണിയെടുക്കുമ്പോഴും എല്ലാം തന്നെ മുട്ടിന് താഴെ വന്നിട്ട് പ്രകൃതിയായിട്ട് ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും. കൈമുട്ടിന് താഴെയെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ആന്റിന പോലെ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഈ ആന്റിന മഴ കൊണ്ട് ദ്രവിക്കുന്നു പറഞ്ഞിട്ട് വീട്ടിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലതും കിട്ടുമോ? TV-യിൽ സിഗ്നൽ ഉണ്ടാവുമോ? ഇപ്പൊ ഡിഷ് ആയിക്കോട്ടെ, മറ്റേ പഴയ ആന്റിനി ആയിക്കോട്ടെ, അതെന്തിനുള്ളതാ? അത് പ്രകൃതിയിലെ കാറ്റും വെളിച്ചവും മഴയൊക്കെ കൊള്ളണം എങ്കിലേ അതിന് സിഗ്നൽ കിട്ടത്തുള്ളൂ. അപ്പോഴേ ഇവിടുത്തെ കിട്ടുന്ന ചാനൽ പ്രോപ്പർ ആവുള്ളൂ. മൂന്നാമത്തെ ആൾ വന്നു, ഫാത്തിമ. ഈ 3 പേരെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ജമീല, ഫാത്തിമ ആൻഡ് അബ്ദുൽ ഖാദർ സാർ. പിന്നെ ഒരാളും ഉണ്ട്, ആലവിക്കുട്ടി സാർ.
ഈ 4 പേരെ എനിക്ക് ഓർമ്മ വരുള്ളൂ നിങ്ങളുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾ 4 പേര് മാത്രമാണ് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള പ്രസൻസ് അറിയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സോ അതേമാതിരി ഈ 4 പേര് മാത്രമല്ല, അതല്ലാത്ത ആളുകൾക്കും കൂടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് നമ്മൾ, അല്ലേ? സോ അതേമാതിരി ഇതിന് പ്രയോറിറ്റി എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആന്റിനാസ് ആണ്. പ്രകൃതിയുടെ കോസ്മിക് കണക്ടിവിറ്റിയുമായിട്ട് ബാക്കിയുള്ള പോയിന്റ്സിനേക്കാളും ഏറ്റവും കൂടുതൽ കണക്ട് ആയിട്ടുള്ള പോയിന്റുകളാണ്. അതുകൊണ്ട് അതിനൊരു സുപ്പീരിയാരിറ്റി കൊടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ ആയോ മാം? ഓക്കെ ആയി. അല്ല സാർ, ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ സംശയം. അത് ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ്, ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റ് തന്നെയാണ്. 5 എലമെന്റ് പോയിന്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ 11 പോയിന്റിനെ കുറെ ഗ്രൂപ്പിംഗ് ആകുമ്പോൾ പ്രയോറൈറ്റൈസ് വരുന്ന സമയത്ത് പ്രകൃതിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോയിന്റ്, ആ പ്രകൃതിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോയിന്റിൽ മദർ പോയിന്റ്, സൺ പോയിന്റ്, ഹൊററി പോയിന്റ്, പിന്നെ ലൂ കണക്റ്റിംഗ് പോയിന്റ്, പിന്നെ സി ക്ലഫ്റ്റ് പോയിന്റ്, അങ്ങനെ നമ്മൾ ഓരോ ഗ്രൂപ്പിംഗ് ആക്കുമ്പോൾ നമ്മളാണ് ഇതിനെ പ്രയോറൈറ്റൈസ് ചെയ്ത് പോയത്, അല്ലാണ്ട് ശരീരം പ്രയോറൈറ്റൈസ് ചെയ്തതല്ല. ഓക്കെ, ശരീരത്തിന് എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റാ. ഇതിനകത്ത് എവിടെയാണോ വേദന വരുന്നത് ആ പോയിന്റിനെ ഒന്ന് ട്രീറ്റ് ചെയ്യുന്നു മാത്രമേ ശരീരം പറയുന്നുള്ളൂ. അതെ, ഓക്കെ. എന്നാലും അമ്മയ്ക്ക് എല്ലാ മക്കൾക്കും ഏതെങ്കിലും ഒരു മക്കളോട് കൂടുതൽ ദേഷ്യവും കൂടുതൽ അടുപ്പവും ഉണ്ടാവും. എല്ലാ മക്കളെയും ഒരേപോലെ കാണാൻ ഏതമ്മയ്ക്കും പറ്റത്തില്ല, പ്രകൃതിക്ക് ഒഴിച്ച്. പ്രകൃതിക്ക് പോലും അതുണ്ട് കേട്ടോ, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ, സോ LU3 എന്നുള്ള പോയിന്റ് നിങ്ങൾ ലൊക്കേഷൻ കണ്ടു. ഓക്കെ, നോസിലും, അതായത് മൂക്കിലൂടെ ചിലവർക്ക് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിൽ നോസ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഈ പോയിന്റ്സ് വളരെ നല്ലതാണ് കേട്ടോ. ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാവും, കൊല്ലത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ വേനൽക്കാലാകുന്ന സമയത്ത് മൂക്കിലൂടെ പെട്ടെന്ന് ബ്ലഡ് വരിക. ഓക്കെ, അതേമാതിരി തന്നെ കഫിന് നല്ലതാണ്, ആസ്മയ്ക്ക് നല്ലതാണ്. മറ്റേ കൈ പൊന്തിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവില്ലേ, ഫ്രോസൺ ഷോൾഡർ പോലെ, അതിനെല്ലാം ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ കൈ പൊക്കാനോ കൈ പിന്നിലേക്കും തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഈ ഭാഗത്തൊന്നും ഇത് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡിൽ അവർക്ക് പൊക്കാൻ. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആ പോയിന്റ് തൊടുമ്പോൾ തന്നെ അവരെ സിവിയർ ആയിട്ട് പെയിൻ ഉണ്ടാവും. അത് കുറച്ചു നേരം മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ പൊന്തിക്കാൻ പറഞ്ഞാലും പൊന്തിക്കാൻ പറ്റും അവർക്ക്. ഓക്കെ, അവിടെ ഡ്രൈ കാപ്പ് ചെയ്താലും പെട്ടെന്ന് എഫക്റ്റ് ആവൂലേ? ഞാൻ ആ ഭാഗത്ത് ഞാൻ ഡ്രൈ കപ്പ് അവിടെ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും നീഡലിങ്ങും മോക്സിക്കും പ്രയോറിറ്റിയാണ്. കപ്പിംഗ് ചെയ്യാറുണ്ട്, പക്ഷെ അത് വേറെ ചില കാര്യങ്ങൾക്കാണ്. ഇതിന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. സാർ, ഡ്രൈ കപ്പിംഗ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഡ്രൈ കപ്പ് ചെയ്യലുണ്ട് ഞാൻ. സമയം 9:20 തോന്നുന്നു അല്ലേ? പിന്നെ നിങ്ങൾ സമയമാകുമ്പോൾ പറയണം കേട്ടോ. എൻ്റെ വാച്ച് ഓടാത്തോണ്ടേ സമയം 9:30 ആവാറായി. അപ്പോൾ നമുക്ക് ഈ LU3 കൂടി ഒന്ന് ക്ലാസ് നിർത്താം. അതിനുശേഷം സംശയങ്ങൾ എന്തെങ്കിലും നോക്കാം. സോ മറ്റേ കഫിനും ചുമയ്ക്കുമൊക്കെ LU1 LU2 ഉപയോഗിച്ച പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതേമാതിരി മാനസികമായിട്ടുള്ള ഇഷ്യൂസ്, അതായത് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ തല ചുറ്റുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ തല ഒന്ന് ആടുന്നത് പോലെ തോന്നുക, അതേമാതിരി തന്നെ ഓർമ്മ തെറ്റുണ്ടാവുന്നുണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിൽ, ഈ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, അതിനെല്ലാം ഈ പോയിന്റ് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഏതൊരു തീരുമാനം എടുക്കാനും കൺഫ്യൂഷൻസ് ഉള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ വിൻഡോ ഓഫ് സ്കൈ പോയിന്റ് എന്ന് പറയും, കൺഫ്യൂഷൻസ് ഓപ്പൺ ചെയ്യാനുള്ള പോയിന്റ് ആയതുകൊണ്ട് കേട്ടോ. ഇതും അതേമാതിരി തന്നെ ഹീറ്റ് റിലേറ്റഡ് ആയിട്ട് ലങ്ചി എക്സസ് ഉണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യാൻ കുറയ്ക്കാൻ നല്ലതാണ്. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ നല്ലതാണ് ഈ പോയിന്റ്. അതേമാതിരി തന്നെ നമ്മുടെ പ്രാണനെ കാം ചെയ്യാൻ വളരെ നല്ല പോയിന്റാണ്. ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നു, അത് ലങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ആണെങ്കിൽ എന്താ പറയുക, അതിനെല്ലാം നല്ലതാണ്. ഇപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ ഈ ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അതിനെ കാംനെസ് കൊണ്ടുവരാൻ നല്ലതാണ്. ഇത് പെർപെൻഡിക്കുലറായിട്ട് നിങ്ങൾക്ക് നീഡിൽ ചെയ്യാം. 1 ചൂൺ നീഡിൽ വരെ താഴോട്ട് പോകാം. 0.5 കാണിക്കാം, പക്ഷേ ഇവിടെ മാത്രം മോക്സ കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? LU1ഉം LU2നും LU1ഉം LU2ഉം നിങ്ങൾക്ക് മോക്സ കാണിക്കാം. LU3യിൽ മോക്സ കാണിക്കണ്ട. അതുകൊണ്ട് ബുദ്ധിമുട്ട് എന്തൊക്കെ ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അത് മസിൽ ഉള്ള ഏരിയ ആണ്, മസിലിന് ഡാമേജ് ചെയ്യും. അതേമാതിരി തന്നെ അതിൻ്റെ മുകളിലായിട്ടുള്ള ടെൻഡൻസിനൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഹീറ്റ് കാണിക്കുന്ന സമയത്ത് ടെൻഡൻ ഏരിയയിലൊക്കെ വന്നിട്ട്
ഇവിടുന്ന് ഉള്ള സർക്കുലേഷൻ പോയി അവിടെ ഒരു ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാവും. അതുകൊണ്ട് മോക്സ കാണിക്കുന്നത് LU3 റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ സാറേ മോക്സ കാണിക്കാൻ പറ്റാത്ത പോയിന്റ്സ് പറഞ്ഞു തരണേ, നമ്മൾ ഇങ്ങനെ വരുമ്പോ ഉണ്ടാവും. ഞങ്ങൾ GB 1-2 പോയിന്റ്സ് ഒക്കെ പറയും. ഓക്കെ. അത് TCM ഇവിടെ മോക്സ കാണിക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അതൊക്കെ ഞാൻ ഇതിനകത്ത് റെഡിഷ് കളറിൽ ഇടും, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ LU3 കൂടി നിർത്താം. അപ്പൊ അടുത്ത ബുധനാഴ്ച തന്നെയാണ് ക്ലാസ്. ഓക്കെ. ഡൗട്ട് ചോദിച്ചോളൂ. നമുക്ക് ഒരു മിനിറ്റ്, ഞാൻ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ. ഓക്കെ.